വലിയ മൗലിദും അസ്മാഉൽ ബദറും തവസ്സുൽ ബൈത്തും അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നാം ദുആ ചെയ്തോ അതെല്ലാം അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിച്ച് ഉത്തരം നൽകുമാറാവട്ടെ. വിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല മരിക്കൽ ഖൈറാവുന്ന സമയത്ത് ഖൈറായ നേരത്ത് ഖൈറായ സ്ഥലത്ത് വെച്ച് ഖൈറായ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഇടയിലായി ഖൈറായവരുടെ മുമ്പിൽ വെച്ച് അല്ലാഹുവേ ഒരു വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ ഞങ്ങൾക്ക് ഏറ്റവും ഖൈറായി വരുന്ന സ്ഥലം ഏതാണെങ്കിൽ ആ സ്ഥലത്ത് വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉറക്കനെ ചൊല്ലി സ്വർഗം കണ്ട് പുഞ്ചിരിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഒരുപാട് ഗൾഫുകാര് എല്ലാ വെള്ളിയാഴ്ചയും മാതാപിതാക്കന്മാരുടെ മരിച്ചുപോയ മാതാപിതാക്കന്മാരുടെ ഖബർ സിയാറത്ത് ചെയ്യുന്ന മകൻ അവൻ ആ മാതാപിതാക്കന്മാർക്ക് ഗുണം ചെയ്യുന്നവനായി എഴുതപ്പെടുമെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരുപാട് ഗൾഫുകാർക്ക് അതിന് സാധ്യമല്ല. ജോലി കാരണം, കുടുംബത്തിലെ മഈഷത്തിന്റെ വിഷയം കാരണം, ഗൾഫിൽ ജോലി ചെയ്യുന്ന കാരണം പലവർക്കും വെള്ളിയാഴ്ച മരിച്ചുപോയ മാതാപിതാക്കന്മാർ കുടുംബമിത്രാദികളുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ സൗകര്യം ലഭിക്കാത്ത ഒരുപാട് ശ്രോതാക്കളുണ്ട്. അല്ലാഹ് ഈ ക്ലാസ് റൂമിൽ വെച്ച് ഞങ്ങൾ ചൊല്ലുന്ന പറയുന്ന കേൾക്കുന്ന എല്ലാത്തിന്റെയും മിഥ്ലു തവാബിനെ ഞങ്ങളിൽ നിന്നും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിൽ നിന്നും മരിച്ചുപോയവരുടെ ഖബറിലേക്ക് എത്തിച്ച് അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലും പ്രകാശത്തിലുമാക്കി അവരോടൊപ്പം സ്വർഗീയ ലോകത്ത് ആനന്ദിക്കാനുള്ള ഭാഗ്യം അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഏതായിരുന്നാലും വെള്ളിയാഴ്ചക്കലത്തെ ക്ലാസ്സാണ്. എന്റെ ഗൾഫുകാര് പ്രത്യേകം ആ ക്ലാസ് ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഉണർത്തുകയാണ്. കാരണം വെള്ളിയാഴ്ചക്കലത്തെ ജുമുഅയുടെ ഗൗരവം, അതിന്റെ മഹത്വവും അത് ഒഴിവാക്കിയാലുള്ള ഗൗരവവും നമുക്കറിയാം. ഈ ഒഴിവാക്കുന്നതിന്റെ ഒരു ഭാഗമാണ് അത് സ്വഹീഹാവാതെ ആ അമല് ചെയ്യാന്നുള്ളത്. അതായത് കൽപ്പിച്ചുകൂട്ടി ഒഴിവാക്കുന്ന അത്ര ഗൗരവം ചിലപ്പം ഉണ്ടായിക്കോന്നില്ല. സാധാരണക്കാരേക്ക് എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ പറ്റി ആ ജുമുഅ സഹീഹാവാതിരിക്കുമ്പോ മനഃപൂർവ്വം ഒഴിവാക്കുന്ന ഒരു ഗൗരവത്തിലല്ലെങ്കിലും നമ്മൾ പഠിക്കാനും മനസ്സിലാക്കാനും സൗകര്യം ലഭിച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസത്തിലെ പ്രധാനപ്പെട്ട അമലാകുന്ന ജുമുഅ, ആ ജുമുഅയിലൊക്കെയും അപാകതകൾ ഉണ്ടോ, അല്ലെങ്കിൽ ഗൾഫിലാണ്, ഗൾഫ് മേഖലയിലൊക്കെയും സ്ഥാപിതമാകുന്ന ജുമുഅ അത് പൂർണ്ണമായും നാലാലൊരു മദ്ഹബ് പ്രകാരം ഒന്നും അംഗീകരിച്ച് ഐക്കോളണമെന്നില്ല. അല്ലേ? നമുക്കെല്ലാവർക്കും അറിയുന്ന വിഷയമാണല്ലത്. കേരളത്തിലൊക്കെയാണെങ്കിൽ അൽഹംദുലില്ലാ നമ്മുടെ ഓരോ മഹല്ലത്തിലും ആലിമീങ്ങള് അവരുടെ ജുമുഅ നിലനിർത്താൻ പറ്റുമോ, അതിന് ആ മഹല്ല് പര്യാപ്തമാണോ, അതിന് പറ്റാകുന്നവരവരുണ്ടോ, അല്ലെങ്കിൽ ഇല്ലെങ്കിൽ അവിടെയുള്ളവർക്ക് ഇനി പരിഹാരമാർഗം എന്ത് എന്നൊക്കെയും നല്ലവണ്ണം ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടാണല്ലോ നമ്മുടെ കേരളത്തിലൊക്കെയും ജുമുഅ സ്ഥാപിക്കാറുള്ളത്. അല്ലേ? എങ്കിൽ കേരളം വിട്ടുകഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോയി നോക്കിയാലും അത്തരം ശ്രദ്ധകളൊന്നും ഫിഖ്ഹിയായ മസ്അലകളുടെ അടിസ്ഥാനത്തിൽ ജുമുഅ എവിടെ സ്ഥാപിക്കണം, എവിടെ നിലനിർത്തണം, ആരെക്കൊണ്ട് നിലനിർത്തണം പോലത്തതൊക്കെയും കേരളത്തിലെ പോലെ ശ്രദ്ധ ആ വിഷയത്തിൽ ഇന്ന് ലോകത്ത് എവിടെയും ഇല്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റാകുകയില്ല. പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ, സൗദി അറേബ്യയിലൊക്കെയും. കാരണം നാലാലൊരു മദ്ഹബ് പ്രകാരം ഒക്കെ ഉണ്ടെങ്കിലും പല ഏരിയകളിലും പ്രത്യേകിച്ച് വിദൂരമായ സ്ഥലങ്ങളിൽ പ്രത്യേകമായ കമ്പനികളുടെ കീഴിൽ പ്രത്യേകമായ പള്ളി സ്ഥാപിച്ച് അവിടെ ജുമുഅ തുടങ്ങുക, അങ്ങനത്തെ കമ്പനികളിലൊക്കെയും ജോലി ചെയ്യുന്ന അവരൊക്കെയും ആ കമ്പനികളുടെ കാമ്പൗണ്ടിന്റെ ഉൾഭാഗത്തുള്ള ആ പള്ളിയിൽ നടക്കുന്ന ജുമുഅ അതൊരു വെള്ളിയാഴ്ച നമ്മൾ നിസ്കരിക്കാം. പല സാധാരണക്കാരും അങ്ങനെ മനസ്സിലാക്കി വെച്ച് വെള്ളിയാഴ്ച ജുമുഅ നിസ്കരിക്കണം, അതൊക്കെ. പക്ഷെ ഈ ജുമുഅക്കുള്ള നിബന്ധനകൾ
കാരണം ജുമുഅയുടെ കാര്യത്തിൽ ജുമുഅ ഒരു വ്യക്തിക്ക് നിർബന്ധമായി എന്നതിന്റെ പേരിൽ അവനെ കൊണ്ട് ജുമുഅ സ്ഥാപിക്കാൻ ജുമുഅ നിലനിർത്താൻ പറ്റിക്കോളണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ ജുമുഅ ഞാൻ ഈ പങ്കെടുക്കുന്ന ജുമുഅ എല്ലാം ശ്രദ്ധിക്കണം. ഞാൻ ഈ പങ്കെടുക്കുന്ന ജുമുഅ അത് നാലാലൊരു മദ്ഹബ് പ്രകാരം നിയമാനുസൃതമായി സ്ഥാപിതമായ ജുമുഅയാണോ എന്ന് ഞാൻ മനസ്സിലാക്കി അന്വേഷണ വിധേയമാക്കി, അതല്ലെങ്കിൽ പറ്റാവുന്ന സ്ഥലങ്ങളിലേക്ക് ചിലപ്പോൾ നമ്മൾ പോകേണ്ടി വരും. അതിനൊന്നും പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ളുഹർ എന്ന ഫർള് നമ്മൾ നിസ്കരിക്കേണ്ടി വരും. അത്തരം കാര്യങ്ങളൊക്കെയും ഞാൻ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരെ ഉണർത്തുകയാണ്. കാരണം സാധാരണക്കാർക്ക് അബദ്ധങ്ങൾ സംഭവിച്ചേക്കാം. അതുകൊണ്ട് വളരെ ചുരുങ്ങിയ സമയം, വിശാലമായിട്ടല്ല. കാരണം ഇപ്പൊ നമ്മുടെ കേരളത്തിലൊക്കെയും 12:15 12:20 ആകുമ്പോഴേക്ക് ളുഹർ ബാങ്ക് കൊടുക്കുന്ന അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് വല്ലാതെ ദീർഘിപ്പിക്കുന്നത് ശരിയല്ല. ഇന്ന് ഞാൻ ആ ഒരു വിഷയം എല്ലാവരും എന്റെ ഗൾഫുകാരായ സുഹൃത്തുക്കൾ, കേരളക്കാരും ശ്രദ്ധിക്കണ്ടാനല്ല, പക്ഷെ കേരളത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെയും ആലോചിച്ച് ആലിമീങ്ങളുമായി ചർച്ച ചെയ്ത് സ്ഥാപിതമായ ജുമുഅകളാണ്. ഗൾഫിലാണ് അത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാത്ത ജുമുഅ. ഒരു പള്ളി കയറ്റും, വെള്ളിയാഴ്ച ഓൾക്ക് പറ്റൊരു ഖത്തീബിനെ അവരെ നിശ്ചയിക്കും, എന്നിട്ട് ആ ഖത്തീബ് ഖുതുബ ഓതും, അവര് നിസ്കരിക്കും. അതിപ്പോ നാലാലൊരു മദ്ഹബ് പ്രകാരം അല്ലെങ്കിൽ നിയമപരമായി ഇവിടെ ജുമുഅ സ്ഥാപിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ പറ്റാവുന്നവരെ കൊണ്ടാണോ ഈ ജുമുഅയുടെ എണ്ണം പൂർത്തിയായിട്ടുള്ളത്, അത്തരം കാര്യങ്ങളൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. പക്ഷേ അവിടെ തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണോ അതിന്റെ മുമ്പത്തെ വെള്ളിയാഴ്ചയാണോ എന്നറിയില്ല, നല്ലൊരു ക്ലാസ്. കാരണം സാധാരണ നിയമാനുസൃതമായ ഒരു ജുമുഅയിൽ ചെന്നാൽ തന്നെ ഗൾഫ് മേഖലയിലെ അവസ്ഥ നമുക്കറിയാം. ഷോക്സുമ്മത്തതഞ്ഞ് ഒലുണ്ടാക്കുന്നവർ, ബിസ്മി ഓതാതെ ഫാത്തിഹ ഓതുന്നവർ, അതുപോലെ തന്നെ ശരീരം നിസ്കാരം ബാത്തിലാകുന്ന രൂപത്തിൽ, എല്ലാ അഭിപ്രായ പ്രകാരവും നിസ്കാരം ബാത്തിലാകുന്ന രൂപം. അതെന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം, ചില അഭിപ്രായങ്ങളുണ്ട്. ഒറ്റപ്പെട്ട കൗലുകളാണെങ്കിലും മുൻകൈയ്യ് മാത്രം അളകിയതുകൊണ്ട് നിസ്കാരം ബാത്തിലാകുകയില്ല. തുടർച്ചയായ 3 അനക്കം അനങ്ങിയാൽ നിസ്കാരം ബാത്തിലാകും എന്നു പറഞ്ഞിടത്ത് മുൻകൈയ്യ് മാത്രം അനങ്ങിയതുകൊണ്ട് നിസ്കാരം ബാത്തിലാകൂല. പിന്നെ കയ്യ് ഒന്നായിട്ടനങ്ങണം. നമ്മുടെ ഒരു കയ്യ് പൂർണ്ണമായും 3 അനക്കം അനങ്ങണം, അപ്പോഴേ നിസ്കാരം ബാത്തിലാകുകയുള്ളൂ എന്നും ഒറ്റപ്പെട്ട കൗലുകളൊക്കെയും കാണാം. ആ കൗലും മറികടന്ന് നിസ്കാരം ബാത്തിലാകുന്ന അനക്കങ്ങൾ ജുമുഅക്ക് അല്ലെങ്കിൽ മറ്റു ജമാഅത്തുകൾക്ക് ഇമാമായി നിൽക്കുന്ന പല അറബി സുഹൃത്തുക്കളിൽ നിന്നും കാണുന്നത് ഗൾഫുകാരുടെ ജീവിതത്തിൽ നിത്യസംഭവങ്ങളാണ്. അങ്ങനൊക്കെയും വരുന്ന സമയത്തിൽ അവിടെ ജമാഅത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ പ്രശ്നാണ്, അല്ലെങ്കിൽ ആ ജുമുഅയിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ അത് പ്രശ്നാണ്. അങ്ങനെ വരുമ്പോ എന്തു ചെയ്യും എന്ന ചോദ്യങ്ങൾക്കൊക്കെയും ഉത്തരമായി നിയ്യത്തില്ലാതെ ഇമാമിനോട് തുടരാൻ പറ്റില്ല. കാരണം മുതാബഅത്ത് ഇല്ലാതെ ഒരു ഇമാമ് എന്ന് പറഞ്ഞാൽ മുമ്പിൽ നിൽക്കുന്നവൻ, അവനോട് തുടരണമെങ്കിൽ എന്തു വേണം? നിയ്യത്ത് വേണം. മുതാബഅത്തില്ലാതെ അമിതമായ സമയം അവനെ പ്രതീക്ഷിക്കുമ്പോൾ നിസ്കാരത്തിന്റെ സിഹത്തിനെ ബാധിക്കും. പക്ഷേ ഇവന്റെ പിന്നിൽ തുടർന്ന് നിസ്കരിക്കാൻ പറ്റാത്ത വ്യക്തികളാണ്. അതോടൊപ്പം തുടർന്ന് നിസ്കരിക്കുന്ന രൂപം കാണിച്ചില്ലെങ്കിൽ അത് റൂമിൽ വിഷയാകും, കഫീലിന്റെ മുമ്പിൽ വിഷയമാകും, കമ്പനിയിൽ വിഷയമാകും. ഇങ്ങനത്തൊക്കെയും സാഹചര്യങ്ങളിൽ ഒരു ജമാഅത്തിൽ പങ്കെടുക്കേണ്ട മസ്അലകൾ, അതൊക്കെ നമ്മളെ ക്ലാസ് റൂമിൽ ഇൻഷാ അല്ലാഹ് സാധുവായ ഞാൻ തന്നെ കിതാബിന്റെ പേരുകളൊക്കെയും പറഞ്ഞു വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഇനി കടക്കല്ല. കാരണം ആ ഒരു സമയത്ത് ഇല്ലാത്ത വല്ല ശ്രോതാക്കളും അല്ലെങ്കിൽ ആ സമയത്ത് ക്ലാസ്സിൽ ഉണ്ടായിരുന്നു, ബക്കാലയിൽ അപ്പോൾ ആരോ ഒരു സാധനം വാങ്ങാൻ വേണ്ടി വന്നു, പക്ഷേ അപ്പൊ ഈ പറഞ്ഞ മസ്അല ശ്രദ്ധിക്കാൻ സമയം കിട്ടാത്തവരുണ്ടാകും. അങ്ങനത്തവർക്കൊക്കെയും
ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടി ഞാൻ ഒന്ന് ഉണർത്തി എന്നു മാത്രം. അത് നമ്മുടെ സൈറ്റിൽ ഉണ്ടായേക്കാം. അതൊക്കെ ഗൾഫുകാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കഫീല് ചൂടാകും. ഈ കഫീലിന്റെ പിന്നിൽ തുടർന്ന് നിസ്കരിച്ചില്ലെങ്കിൽ അവന്റെ തലയിലെ വത്തെടുത്ത് തലക്കടിക്കും. അവനാണെങ്കിലോ ഷോക്സ് തടഞ്ഞു ഒലുണ്ടാക്കി നിസ്കരിക്കുന്നവനുമാണ്. ഞാൻ എന്തു ചെയ്യും? PM അയക്കുന്നവർ ഒരു PMയിലേക്കും ഈ സമയത്ത് ഞാൻ ശ്രദ്ധിക്കുന്നതല്ല എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. ഏതായിരുന്നാലും ഞാൻ പറയുന്നു, അത്തരം കാര്യങ്ങളൊക്കെയും നമ്മൾ ശ്രദ്ധിക്കണം. ഇത് പറയുമ്പോ നിങ്ങളാരും എന്ത് മനസ്സിലാക്കരുത്, ഇതുവരെ ഞങ്ങളെ ജുമുഅക്കൊന്നൊരു കുഴപ്പമുണ്ടായിനില്ല, ഞങ്ങളെ ജമാഅത്തിനൊരു കുഴപ്പമുണ്ടായിനില്ല, അബൂ റയ്യാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇപ്പൊ അതാകെ കുഴഞ്ഞത് എന്ന് നിങ്ങളാരും ചിന്തിക്കരുത് എന്നും ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. മുമ്പ് ടീച്ചർ ഒരു തവളയെ ഒരു വിദ്യാർത്ഥിയുടെ കൈവശം കൊടുത്തപ്പോ ആ വിദ്യാർത്ഥി പറഞ്ഞു, ടീച്ചറെ ഈ തവളക്ക് ഗർഭമുണ്ട് എന്ന് തോന്നുന്നു. ആ സമയത്ത് ടീച്ചർ പറഞ്ഞു, നിന്റെ കയ്യിൽ തരുന്നത് വരെ ഒരു കുഴപ്പം ഉണ്ടായിനില്ല, നിന്റെ കൈ കിട്ടിയപ്പോഴാണല്ലോ ആകെ കുഴപ്പമായത് എന്ന് പറഞ്ഞതുപോലെ ഇതുവരെ ഞങ്ങളെ ജുമുഅക്കും ജമാഅത്തിനൊന്നും കുഴപ്പമുണ്ടായിനില്ല, ഇയാള് ക്ലാസ് എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ആകെ കുഴഞ്ഞത് എന്ന് നിങ്ങളാരും ചിന്തിക്കരുത്. നമുക്ക് ഇൻഷാ അല്ലാഹ് പഠിക്കാനുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ അൽഹംദുലില്ലാഹ് ഇനിയുള്ള ജീവിതമെങ്കിലും, ഇനിയുള്ള ജമാഅത്തുകളെങ്കിലും, ഇനിയുള്ള നിസ്കാരമെങ്കിലും, ഇനിയുള്ള ജുമുഅ എങ്കിലും അള്ളാഹുവേ ഒന്ന് സ്വഹീഹായ നിലക്ക് നാല് ആഖിറത്തിൽ പ്രതിഫലം കിട്ടുന്ന രൂപത്തിൽ, അത് മഖബൂലായ നിലക്ക് സ്വഹീഹായ നിലക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് ഈ ക്ലാസ് റൂമിലൂടെ അവസരം ലഭിച്ചല്ലോ എന്ന് ആലോചിച്ച് അൽഹംദുലില്ലാ പറഞ്ഞു സമാധാനിക്കണം എന്നും ഞാൻ സാന്ദർഭികമായി ഉണർത്തി. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, നമുക്ക് ഓരോ അവസരങ്ങളാണല്ലോ അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം, അല്ലെ? ഏറ്റവും വലിയ പാഠം ഉൾക്കൊള്ളാൻ എപ്പോഴാണ്? അനുഭവത്തിൽ നിന്നാണ്. കാരണന്മാർക്കൊരു ചൊല്ലുണ്ട്, കണ്ടറിയാത്തവൻ കൊണ്ടറിയുമെന്ന്, അല്ലെ? കണ്ടറിയാൻ സാധിക്കാത്തവർക്ക് 4 തല്ല് കിട്ടുമ്പോഴാണ് അവർക്ക് ബോധം വരിക എന്നൊക്കെയും പറഞ്ഞതുപോലെ ഓരോ അനുഭവം വരുമ്പോൾ അതിനെ സംബന്ധിച്ചും ഒരു ബോധവൽക്കരണം വളരെ ആവശ്യമാണ്. ഞാൻ ആ ചോദ്യകർത്താവിന്റെ പേര് പറയുന്നില്ല, സ്ഥലത്തിന്റെ പേര് പറയുന്നില്ല, ഇപ്പോൾ ആ ഒരു അവസ്ഥ അനുഭവിക്കുന്ന വ്യക്തിയുടെ പേരും ഞാൻ പറയുന്നില്ല. പക്ഷേ എന്റെ ഗൾഫുകാരായ ഒരുപാട് സുഹൃത്തുക്കൾ ചിന്തിക്കാൻ വേണ്ടി, ഗൗരവത്തിൽ ആലോചിക്കാൻ വേണ്ടി ഞാൻ നമ്മുടെ വിഷയവുമായി ബന്ധമില്ലാത്ത ഒരു വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. അഥവാ ഇന്ന് വെള്ളിയാഴ്ചയാണല്ലേ, ഇന്ന് വെള്ളിയാഴ്ചയാണ് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് വെള്ളിയാഴ്ച ആ ഒരു മസ്അല നമ്മുടെ ജുമുഅയുമായി ബന്ധപ്പെട്ട മസ്അലയല്ലെങ്കിലും വെള്ളിയാഴ്ചയാകുമ്പോ വെള്ളിയാഴ്ചയുമായി ബന്ധപ്പെട്ട ചില സാധാരണക്കാരുടെ ഹൃദയങ്ങളിലേക്ക് വെച്ചു തരേണ്ട ചില മസ്അലകൾക്ക് പ്രാധാന്യമുണ്ട്. എന്താ വെള്ളിയാഴ്ച? ഞാൻ ഈ പറയാൻ പോകുന്ന മസ്അല വെള്ളിയാഴ്ച എന്തിനാ പറയുന്നത്? മിക്ക ആളുകളും വെള്ളിയാഴ്ച ഒരിക്കൽ വീട്ടിലേക്ക് ഭാര്യക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ ഭാര്യന്മാർ എന്ന് പറയുമ്പോ ഒന്നിലധികം ഭാര്യന്മാരുണ്ടോ നിങ്ങളാരും വിചാരിക്കണ്ട. അത് നമ്മൾ എല്ലാരും പാടെ പരിഗണിച്ചിട്ട് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാണ്. അപ്പൊ ഓരോരുത്തരും ഭാര്യ അല്ലെങ്കിൽ അവനവന്റെ കുടുംബത്തിലേക്ക് വിളിക്കുന്ന ദിവസമാണല്ലേ. ആഴ്ചയിൽ ഒരിക്കൽ വിളിക്കുന്നവരുണ്ട്, ദിവസേന വിളിക്കുന്നവരുണ്ട്, 2 ദിവസം കൂടുമ്പോ വിളിക്കുന്നവരൊക്കെ ഉണ്ട്. നല്ലൊരു വിഭാഗം ആഴ്ചയിൽ ഒരിക്കൽ വിളിക്കുന്നവരുണ്ട്. എന്തേ കാരണം? ദിവസേന വിളിക്കാൻ ഒന്നിരിക്കൽ ജോലി സംബന്ധമായി സൗകര്യമില്ല. കാരണം 16 മണിക്കൂർ 12 മണിക്കൂർ ജോലിയാണ്. ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ ആ ജോലി സ്ഥലത്ത് നിന്ന് ഫോൺ ചെയ്യാൻ അവിടുത്തെ കമ്പനി മാനേജർ അനുവദിക്കില്ല. അങ്ങനെയൊക്കെ വളരെ ശിഷ്ടത്തിലുള്ള കമ്പനികളും മാനേജർമാരൊക്കെ ഉണ്ടാകും. അപ്പൊ പിന്നെ രാത്രി റൂമിലേക്ക് എത്തുമ്പോഴേക്ക് രാത്രി 2 മണിയാകും. അപ്പൊ ഭാര്യ സുഖമായി ഉറങ്ങുകയായിരിക്കും. അപ്പൊ ഇനി വിളിച്ച് ശല്യപ്പെടുത്തണ്ട, വെള്ളിയാഴ്ച കമ്പനി ലീവാണ് അല്ലെങ്കിൽ ഓഫീസ് ലീവാണ്. അപ്പൊ വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച വൈകുന്നേരത്തൊക്കെയും ഇങ്ങനെ വിളിക്കുമ്പോ ഭാര്യയും തന്നെ നല്ലൊരു പൊടി പാത്തച്ചിട്ടുണ്ടാവും, അല്ലെ?
നല്ലൊരു പൊതി ഇങ്ങോട്ട് വിളിക്കട്ടെ, അടുത്ത ആഴ്ച വിളിക്കട്ടെ, കുറച്ച് പറയാനുണ്ട്, ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക, അയാളെ സ്വഭാവം ഞാൻ കാണിച്ചു കൊടുക്ക, ഞാൻ അത് കുറേയായി സഹിച്ചുകൊണ്ടിരിക്കണ് അല്ലേ. ഇതൊക്കെ ഇങ്ങനെ മൂപ്പത്തേര് ഇങ്ങനെ ഫോം വരുന്നതും കാത്ത് ഇത് ഒന്നായിട്ട് ഭർത്താവിനോടുള്ള എന്തെങ്കിലൊക്കെ ദേഷ്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അമ്മായിമ്മയോ മറ്റാരെങ്കിലൊക്കെയും കാത്തിയ ദേഷ്യം കൂടി ഭർത്താവ് വിളിക്കുന്ന സമയത്ത് പറയാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ വെള്ളിയാഴ്ച ഈ മസ്അല ഒന്ന് ആമുഖമായി ഉണർത്തുന്നത്. ഇനി വൈകുന്നേരത്തെ അതല്ലെങ്കിൽ ജുമാന്റെ ശേഷം ക്ലാസ് റൂമിൽ കയറാൻ സൗകര്യം കിട്ടിക്കോന്നില്ല. കാരണം ഇനി അനുഭവമാണ്. അങ്ങനെ വിളിക്കുമ്പോ ദേഷ്യം പിടിച്ച് പറയുന്ന വാക്ക് നോക്കി നിങ്ങൾ. ഇന്നലെ നമ്മളെ ക്ലാസ് റൂമിൽ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തകൻ, ആ പ്രവർത്തകന്റെ ഒരു അയൽവാസിക്ക് സംഭവിച്ച വലിയൊരു ദുരന്തം, ചില്ലറ ദുരന്തം എന്ന് പറഞ്ഞാൽ മിഞ്ഞാന്ന് രാത്രി ഭാര്യനോടെന്തോ ദേഷ്യപ്പിടിച്ച് വർത്താനം പറഞ്ഞു. ദേഷ്യം ഓവറായിട്ട് എന്തു പറഞ്ഞു? 100 വട്ടം ഞാൻ തലാക്ക് ചൊല്ലി. ഓക്കെ, 100 വട്ടം ഞാന് തലാക്ക് ചൊല്ലീന്. പക്ഷേ ആ ഒരു വാക്ക് പറഞ്ഞതിന്റെ ശേഷം ആ ഒരു വാക്ക് പറഞ്ഞതിന്റെ ശേഷം എത്രയോ കാലമായി മക്കളും കുടുംബവുമായി ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ വായയിൽ നിന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ഒരു അവസ്ഥ വന്നാൽ അത് ദേഷ്യത്തിൽ വന്നു പോയതായിരിക്കാം. മുഅ്മിനീങ്ങളെ, എന്താ പറയാ, 100 വട്ടം എന്ന് പറഞ്ഞാൽ 3 തലാക്കുക പോകുന്നത്. അത് നമ്മളെ സാധാരണക്കാർ നമ്മൾ ദേശത്തിന്റെ ഗൗരവം അറിയിക്കാൻ, ദേശത്തിന്റെ ഊക്കറിയിക്കാനായിരിക്കും 100 വട്ടം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഫിഖിഹിന്റെ ഗ്രന്ഥങ്ങളൊക്കെ നോക്കിയാക്കാൻ ആ 100 എന്ന് പറഞ്ഞതിൽ 3 ഉണ്ടല്ലോ അല്ലേ. 3 കഴിഞ്ഞിട്ടാണല്ലോ 100 വരിക. അപ്പൊ 100 വട്ടം തലാക്ക് ചൊല്ലി ഞാൻ അത് 3 അത് ഉൽപ്പത്തത് കൊണ്ട് 3 തലാക്കൊണ്ട് പോവുകയാണ്. നേരെ മറിച്ച് അന്റെ ഒരു തലാക്ക് ചൊല്ലി 1000 വട്ടം എന്നാണ്, അപ്പൊ ഒരു തലാക്കേ പോവുള്ളൂ. അത് വേറെ മസല. നേരെ മറിച്ച് 100 വട്ടം തലാക്ക് ചൊല്ലി എന്ന് പറയുമ്പോ 100ൽ 3 ഉണ്ടായത് കൊണ്ട് 3 തലാക്കും പോകും എന്നാണ് മസല വരിക. നേരെ മറിച്ച് എന്ത് പറഞ്ഞു, ഭാര്യന്റെ മുഖത്ത് നോക്കിയിട്ട് അന്റെ ഒരു തലാക്ക് ചൊല്ലി 1000 വട്ടം എന്നാണ്. ഇല്ല, അപ്പൊ ഒരു തലാക്കേ പോവുള്ളൂ. ഒരു വട്ടം ചൊല്ലിയത് 1000 വട്ടം ആവർത്തിച്ചു പറഞ്ഞ രൂപത്തിലാക്കി മാറ്റിയെന്ന്. തലാക്ക് ചൊല്ലിയത് ഒരു വട്ടാണ്, പക്ഷെ ആ ഒരു വട്ടം എന്ന് പറഞ്ഞത് 1000 വട്ടം പറഞ്ഞ ഒരു രൂപത്തിലേക്കാക്കി മാറ്റിയെന്ന് മാത്രം. അതൊക്കെ മസ്അലകൾക്ക് അവൻ പറഞ്ഞ വാക്ക് നോക്കിയിട്ടാണ് പലപ്പോഴും തലാക്ക് പോകുമോ ഇല്ലേ എന്നൊക്കെ വരുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, അങ്ങനെ അവനിക്ക് ബോധം വരികയാണ്. വാക്ക് ഉപയോഗിച്ചതിന്റെ ശേഷമാണ് ഞാൻ എന്റെ മക്കളുള്ള ഒരു ഭാര്യയോടാണല്ലോ ഈ വാക്ക് പറഞ്ഞത്. സ്വന്തം വീട്ടിൽ വെച്ചിട്ടാ പറയുന്നത്. കേട്ടവരൊക്കെയും പലവരുമുണ്ട്. ഞാൻ പറയട്ടെ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അദ്ദേഹത്തിന് പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നില്ല. എനിക്ക് കിട്ടിയ വിവരം അതാണ്. ഇന്നലെ വൈകുന്നേരം വരെ ആ വ്യക്തി ബോധരഹിതനായി കിടക്കുകയാണ്. എന്റെ കാരണം ഒരു ദേഷ്യം വന്നപ്പോ പറഞ്ഞു പോയൊരു വാക്കാ. കാരണം ആരെയാണ് പറഞ്ഞത്? സ്വന്തം ഭാര്യയെയാണ് അവൻ ഒഴിവാക്കിയിരിക്കുന്നത്. അവനോട് ഉസ്താദന്മാർക്ക് ഫോൺ ചെയ്യാൻ പറയുമ്പോ അവനിക്കറിയാം, ഉസ്താദന്മാര് നിന്റെ ഭാര്യയുടെ തലാക്കും 3 പോയി എന്നൊരു ജവാബാണ് എനിക്ക് വരുന്നതെങ്കിൽ അത് താങ്ങാനുള്ള കഴിവ് ആ വ്യക്തിക്കില്ല. അതാണ് മറുപടി വരുന്നതെങ്കിൽ. അങ്ങനെ എന്നാൽ വൈകുന്നേരത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുൽക്കൂസൊക്കെ കയറ്റിയിട്ട് വീട്ടിൽ കൊടുന്ന് ആക്കിയിട്ടുണ്ട്. ഞാൻ പറയുന്നു, ഒരു ദേഷ്യം കൊണ്ട് വന്നൊരവസ്ഥ. ഞാനിതിപ്പൊന്ന് സൂചിപ്പിക്കാൻ, ഇന്നലെ വൈകുന്നേരത്ത് സാധുവായ ഞാനുമായി ചർച്ച ചെയ്തൊരു വിഷയം. വെള്ളിയാഴ്ചക്ക് നമ്മുടെ ഭാര്യന്മാർക്ക് ചിലപ്പം ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിലെ വിവരങ്ങളൊക്കെ ഒന്ന് അറിയണമെന്ന് വിചാരിച്ച് നമ്മളൊരു സന്തോഷത്തിൽ വിളിക്കുമ്പോഴായിരിക്കും എന്ത്, അവളുടെ ചില വാക്കുകൾ കേൾക്കുമ്പോ നമ്മെ ദേഷ്യം പിടിപ്പിക്കും. സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നിപ്പോകും. എന്താ തോന്നിപ്പോകുക? ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത് ഇവൾക്ക് വേണ്ടിയിട്ടാണ്. ഒരാഴ്ച കഴിഞ്ഞ് മനസ്സിൽ ഒരു സമാധാനം കിട്ടിയപ്പോ അവളിൽ നിന്ന് കിട്ടിയ മറുപടി ഇതാണല്ലോ എന്ന് പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞേക്കാം. ഇപ്പ ഈ ഒരു സംഭവം ചർച്ച ചെയ്യുമ്പോൾ ഞാനത് വായിച്ചിട്ടില്ല, നിങ്ങളൊക്കെ വായിച്ചോന്നറിയില്ല. ഈ ചർച്ച ചെയ്യുമ്പോ വേറെ ആളിനോട് പറഞ്ഞ് പത്രത്തിലൊരു സംഭവം ഉണ്ടായിന്. ഭർത്താവ് ഭാര്യക്ക് ഫോൺ ചെയ്യുകയാണ് ഗൾഫിൽ നിന്ന്. ഭാര്യ വീട്ടിലിരുന്നിട്ട് എന്ത് ചെയ്യുന്നു? അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീരിയൽ കാണുകയാണ്. ആ സീരിയൽ അവസാനിക്കാൻ 10 മിനിറ്റ് കൂടിയാണുള്ളത്. ആ ഒരു 10 മിനിറ്റ് മുമ്പെയാണ് ഭർത്താവ് ഗൾഫിൽ നിന്ന് വിളിക്കുന്നത്.
ഭർത്താവ് ഗൾഫിൽ നിന്ന് ഫോൺ ചെയ്യുമ്പോൾ അവൾ അറ്റൻഡ് ചെയ്തു. അവൾക്കറിയാതെ ഭർത്താവാണ് വിളിക്കുന്നത്. പക്ഷേ അവൾ എന്ത് പറഞ്ഞു? ഈ സീരിയലുടെ ഈ കഥയുടെ രസത്തില്, കാരണം സീരിയൽ ഇങ്ങനെ വന്നിക്കാണ്. രാത്രി സമയത്ത് അവൻ വന്ന് ഇവളുടെ വാതില് മുട്ടി. മെല്ലെ ഇവൾ വാതില് തുറന്ന് പുറത്തിറങ്ങി അവൾ പുറത്തേക്കിറങ്ങി കിണറ്റിന്റെ ബക്കിൽ കയറി. ഇവൻ കാണുന്നില്ല. ഇവൻ പിന്നാലെ പാഞ്ഞു. അങ്ങനെ കിണറ്റിൽ നിന്നൊരു ശബ്ദം കേട്ടു. അവളുടെ കാമുകി കിണറ്റിന്റെ പദവിൽ നിൽക്കുന്നു. അല്ലെ, ഇതിലെ സീരിയല് കിണറ്റിന്റെ പദവിൽ നിൽക്കുന്നു. തുടരും അടുത്ത ഞായറാഴ്ച രാത്രി 9:30. പിന്നെ സ്ത്രീകളുടെ മനസ്സിൽ ആകെ ചിന്തയാണ്. എന്താ ചിന്ത? ഓനും കിണറ്റിച്ചാദ്യോ, ഓല കിണറ്റില് മുങ്ങിപ്പൊന്തിയോ, ഓല കിണറ്റിന് കിട്ടിയോ, ഇനി എന്തേക്കാൾ അടുത്ത ഞായറാഴ്ച അതിന്റെ ബാക്കീനാണ്. പിന്നെ ആ ആഴ്ച നിസ്കാരം മുഴുവൻ ശ്രദ്ധിക്കുന്നത്. ഞാൻ പറയട്ടെ, ഇങ്ങനത്തെ സീരിയലുകൾ കണ്ട് കരയുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. സീരിയല് കണ്ട് കരയുന്ന ഒരുപാട് സഹോദരിമാര്, പ്രിയപ്പെട്ട പുരുഷന്മാരെ നമുക്ക് ഭാര്യന്മാരായിട്ട് നാട്ടിൽ ജീവിക്കുന്നുണ്ട്. എങ്കിൽ ലാ യലിജുന്നാറ അഹദും ബക്കാമിൻ ഖശിയത്തില്ല. അള്ളാനെ ഭയപ്പെട്ട് ഒരാൾ കരഞ്ഞാൽ അവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹിന്റെ ഹദീസ്. അങ്ങനെ അള്ളാനെ ഭയപ്പെട്ട് കരഞ്ഞ ഒരു ഭാര്യയെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. അപ്പൊ ഞാൻ പറയുന്നത്, ഭർത്താവ് ഫോൺ ചെയ്യുകയാണ്. അപ്പൊ സീരിയൽ അവസാനിക്കാൻ 10 മിനിറ്റ് കൂടിയാണുള്ളത്. ഇവള് ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് എന്ത് പറഞ്ഞു? ഞാനൊരു സീരിയൽ കാണാണ്, 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കുന്നു. അബൂ റയ്യാൻ ഫോൺ ചെയ്യുമ്പോഴേ ചില സാധുക്കളൊക്കെ ഫോൺ ചെയ്യുമ്പോ ഞാൻ പറയും, ഞാൻ ഇപ്പൊ ബസ്സിലാണ്, ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങും. ഇപ്പൊ ബസ്സിൽ നിന്ന് സംസാരിച്ചാല് മസ്അലല്ലേ, ചിലപ്പോ അയലിന്റെ ഒക്കെ മസ്അലക്കാരും ചിലവർ വിളിക്കുക. അത് ഈ ബസ്സിൽ 10-40 ആൾക്കാരുണ്ടാവും. ഓലെ ഏതായാലും ഇപ്പൊ അയലിന്റെ മസ്അല പറയാനാവൂലാച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കും. 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന മാതിരി ഒരു ഭർത്താവിനോട് ഇവർ പറയുന്ന വാക്കെന്താ? ഈ സീരിയൽ കഴിയാൻ 10 മിനിറ്റും കൂടി ഉണ്ട്, 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കും. എന്ത് ചെയ്തു? ഒരു ഭർത്താവിനോടാണല്ലോ ഒരു ഭാര്യ പറയുന്നത്. സ്വാഭാവികമായും അവനൊന്നും ചിന്തിച്ചില്ല. 10 മിനിറ്റ് കഴിഞ്ഞേക്ക് തിരിച്ചു ഫോൺ ചെയ്തു. കാരണം 10 മിനിറ്റ് കഴിഞ്ഞിട്ടല്ലേ ഭാര്യ ഫോൺ ചെയ്യാൻ പാകത്തുള്ളത്. കറക്റ്റ് 10 മിനിറ്റ് കഴിഞ്ഞേക്ക് ഫോൺ ചെയ്തു. ഫോൺ ചെയ്ത് ഇറങ്ങിപ്പോരി, എന്റെ തലാക്ക് ഞാൻ ചെല്ലീന. കഴിഞ്ഞല്ലേ, വിഷയം കഴിഞ്ഞല്ലോ. കാരണം ഇവൻ 10 മിനിറ്റ് കഴിയാൻ കാത്തു നിൽക്കാൻ, ഇവന്റെ ദേഷ്യം ഒതുക്കാൻ. ഇറങ്ങിപ്പോരി, എന്റെ പേര് എന്റെ തലാക്ക് ഞാൻ ചെല്ലീനാണ് ഫോൺ വിളിച്ച് പറയുന്നത്. എന്ത്? ഇവരുടെ സീരിയൽ കൊണ്ട് കിട്ടിയ ഒരു വിപത്ത്, ഒരു കുടുംബം അങ്ങോട്ട് തകരുകയാണ് ഞാൻ പറയുന്നത്. ഞാനൊരു അനുഭവം ഇന്നലെ എനിക്ക് അറിഞ്ഞപ്പോ, വെള്ളിയാഴ്ചക്ക് നമ്മുടെ ഭാര്യന്മാർക്കൊക്കെ ഫോൺ ചെയ്യുമ്പോ അവർക്ക് എന്തെങ്കിലും വീട്ടിൽ പലജാതി വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ ഒന്ന് പറയാൻ വേണ്ടി കാത്തിരിക്കുമ്പോ, നമ്മൾ ആഴ്ചയിലൊരിക്കൽ ഫോൺ ചെയ്യുന്നവരാകുമ്പോ ഇത് കേൾക്കുമ്പോ നമുക്കൊരു വിഷമം തോന്നും. ചിലപ്പോ നമ്മൾ ദേഷ്യത്തിൽ എന്തെങ്കിലൊക്കെ അത് പറഞ്ഞു പോകും. ഞാൻ എന്റെ പ്രിയപ്പെട്ട എല്ലാ ഗൾഫുകാരോടും പറയുന്നു, ഞാൻ അവസാനമായി ഞാൻ നിങ്ങളോടൊരു വാക്ക് പറയുകയാണ്. നമ്മളൊരു വാക്ക് ഉച്ചരിച്ചു. ആ ഒരു വാക്ക് ഉച്ചരിച്ചപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ചിലപ്പം തലാഖിന് കരുതി തന്നെ ആയിരിക്കും. പക്ഷെ അപ്പൊ നമുക്ക് ആ ബോധമില്ല. ഇതിങ്ങനെ തലാഖിനൊക്കെ കരുതി ആ ദേഷ്യത്തിൽ നമ്മൾ ആ മസ്അലയും ആ ബോധമൊക്കെ നമുക്കത് നഷ്ടപ്പെട്ടു. പിന്നെ നമ്മളൊരു ഉസ്താദുമായി ബന്ധപ്പെടുമ്പോഴാണ് ഇതിന്റെ ഗൗരവം മനസ്സിലാകുന്നത്. അപ്പം പറഞ്ഞു, ഉസ്താദെ ഞാനത് ദേഷ്യപ്പെട്ടിട്ട് ഞാനത് തലാക്ക് ചൊല്ലിയിട്ട് പറഞ്ഞതല്ല, ഞാനത് പോലെ പേടിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് പറഞ്ഞു എന്ന് വെക്കുക. തലാക്കിന്റെ വ്യക്തമായ വചനമല്ലട്ടോ. തലാക്കിന്റെ വ്യക്തമായ വചനം എന്തുദ്ദേശിച്ച് വെറുതെ പറഞ്ഞാലും തലാക്ക് പോകും. നേരെ മറിച്ച് തലാക്കിന്റെ അവ്യക്തമായ വചനങ്ങൾ, അവ്യക്തമായ വചനം നമ്മൾ ചിലപ്പം ദേഷ്യം പിടിച്ച് തലാക്ക് ഉദ്ദേശിച്ചും കൊണ്ട് തന്നെ കാലം പറഞ്ഞിക്ക. പക്ഷേ നിങ്ങൾ ആ പറഞ്ഞ വ്യക്തി ഒരു ഉസ്താദിന്റെ അടുക്കൽ ചെന്നു. അവൻ തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഉസ്താദിനോട് എന്ത് പറഞ്ഞു? ഉസ്താദെ, ഞാൻ അവളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് വെറുതെ ഒരു വാക്ക് പറഞ്ഞു, ഞാൻ ആ വാക്ക് കൊണ്ട് തലാക്കൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് അവ്യക്തമായ അല്ലെങ്കിൽ തലാക്കിന്റെ കിനായിയായ ലഫ്ലാണ്. ഉസ്താദ് അവളെ ഫത്വ കൊടുക്കും, അന്റെ തലാക്ക് പോയിട്ടില്ല, ശ്രദ്ധിക്കണം. പക്ഷെ നമ്മൾ ഈ ഫത്വ കിട്ടിയ സാധാരണക്കാരെന്ന് മനസ്സിൽക്കൊരു സമാധാനം, ഞാൻ ഇന്നൊരു ഉസ്താദിന്റെ അടുത്ത് പോയി,
അതുകൊണ്ട് ആ ഉസ്താദ് തലാക്ക് പോകൂലെന്ന് പറഞ്ഞിക്കണ്, അൽഹംദുലില്ലാ. പക്ഷേ ഈ ഉസ്താദിന് ഈ വ്യക്തിയുടെ മനസ്സിലെ നിയ്യത്ത് എന്താണെന്ന് പറയാൻ പറ്റൂല. കാരണം ഫിഖിന്റെ കിതാബിൽ മസ്അല എന്താ, ഒരാൾ കിനായിയായ ലഫ്ദ് ഉപയോഗിച്ച് തലാഖിന്റെ വാചകം പറഞ്ഞു. അവനോ ചോദ്യം ചെയ്തു, സത്യം ചെയ്തു പറഞ്ഞു, അള്ളാനെ തന്നെയാണ് സത്യം, ഞാൻ അത് തലാഖ് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ചിലപ്പം തൽക്കാലം ഈ കുടുംബ ബന്ധം ഇവിടെ നിലനിന്നില്ലെങ്കിൽ മൂത്ത പെൺകുട്ടിയുടെ കല്യാണം അടുത്ത 18-ാം തീയതി തീരുമാനിച്ചതാണ്. അതിന്റെ ഒപ്പം മൂത്ത മകൻ പുതിയാപ്പുറ പോവലും തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത 18-ാം തീയതി എന്റെ വീട്ടിൽ കല്യാണാണ്. എന്റെ ദേഷ്യം കാരണം ഞാൻ ഭാര്യന്റെ തലാക്ക് ചൊല്ലി ആ ഭാര്യനെ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയാൽ 18-ാം തീയതിക്കലത്തെ കല്യാണം എന്താകും ഈ വീട്ടില്? ഓൻ എന്ത് ചിന്തിച്ചു? എന്തായാലും വേണ്ടില്ല, ഒരു അനുകൂല ഫത്വ കിട്ടണം. ഞാൻ എന്റെ ഗൾഫുകാരായ ചെറുപ്പക്കാരെ ഈ വിഷയത്തിൽ നല്ലൊരു ബോധവൽക്കരണം. ഇന്ന് വെള്ളിയാഴ്ചക്ക് നമ്മൾ വീട്ടിലേക്ക് ഫോൺ ചെയ്യുമ്പോൾ ആരെങ്കിലൊക്കെ ഭാര്യന്മാര് ചൂടാകുന്നുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിക്കണേ. ചൂട് കയറി ദേഷ്യം കയറിയിട്ട് നമ്മളിങ്ങനെ തീരുമാനിച്ചു 18-ാം തീയതി വീട്ടിൽ കല്യാണം. ഞാൻ 14-ാം തീയതി ആവുമ്പോക്ക് എത്തുന്നു 14-ാം തീയതി ഫോൺ ചെയ്തതാ. അപ്പഴാ 37 വേറെന്തൊക്കെയാ ചില വർത്താനങ്ങൾ പറഞ്ഞു. ദേഷ്യം കയറി നമ്മൾ എന്തെങ്കിലും ഒരു വാക്കാണ്ട് ഉപയോഗിച്ചു. നമ്മൾ നേരെ ഒരു ഉസ്താദിന്റെ അടുത്ത് പോയി. ഉസ്താദിനോട് പറഞ്ഞു, ഞാൻ ഇതുപോലെ പേടിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ നോക്കുമ്പോ അത് കിനായിയായ ലഫ്ലാണ്. എനിക്ക് അങ്ങനെ തലാക്ക് ഉദ്ദേശമില്ല, എന്നാ എന്റെ തലാക്ക് പോകൂല. അതേക്കാലം ഉസ്താദിന്റെ ഫത്വ. കാരണം ഈ മനുഷ്യന്റെ മനസ്സിലുള്ള വിചാരം എന്താണെന്ന് ഈ ഫത്വ കൊടുക്കുന്ന പണ്ഡിതന് അറിയാൻ പറ്റൂല. അവന്റെ വാക്ക് വെച്ചേ ഫത്വ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്നാലിന്ന ഉസ്താദ് ഞാൻ ഈ പറഞ്ഞ വാക്കുകൊണ്ട് തലാക്ക് പോകൂലാന്ന് ഫത്വ തന്നിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ വിചാരിച്ചൊന്ന് ആലോചിച്ചാൽ ഞാനത് തലാക്ക് ഉദ്ദേശിച്ചും കൊണ്ട് തന്നെ പറഞ്ഞൊരു വാക്കായിരുന്നുവെങ്കിൽ ഏത് ഉസ്താദ് അവരെ ഫത്വ തന്നിട്ടും കാര്യമില്ല. ആ പെണ്ണുമായി ബന്ധപ്പെടുന്നതിന് വ്യഭിചാരമാണ്, അല്ലേ? അതിൽ ജനിക്കുന്നൊരു പെൺകുട്ടി ജനിച്ചു, ആ പെൺകുട്ടിയുടെ പിതാവ് ഇവനല്ല, അല്ലേ? ഇനി ആ പെൺകുട്ടി വലുതായി ആ പെൺകുട്ടിയെ നിക്കാഹ് ചെയ്തു കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ ഇവനായിരിക്കും നിക്കാഹ് ചെയ്തു കൊടുക്കുക. യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടിയുടെ വലിയ ഇവനല്ല. എത്ര ഭയാനകമായ അവസ്ഥയിലേക്കാ കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം ഇതിന് ഗൾഫുകാരുടെ ഇടയിൽ ദേഷ്യം പിടിച്ചു ഭാര്യന്മാരോട് ചില വർത്തമാനങ്ങൾ പറയല് അധികരിച്ച ഒരു സമയം പല ശ്രോതാക്കളും ഞാനിങ്ങനെ അവിചാരിതമായി പറഞ്ഞുപോയി ഉസ്താദെ, അല്ലെങ്കിൽ ചില സ്ത്രീകൾ എന്റെ ഭർത്താവ് ഇങ്ങനെ ഒരു വാക്കിനോട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കുറെ ചിരിച്ചു. ഞാനൊരു 2 ആഴ്ച മുന്നേ ഒരു വാട്സപ്പിന്റെ ഒരു മസാല, എന്റെ ഭാര്യയായിരിക്കണമെങ്കിൽ നീ വാട്സപ്പ് ഒഴിവാക്കണം എന്നുള്ള ഒരു ചോദ്യം വന്നപ്പോ അത് സംബന്ധമായി 1-2 തലാഖിന്റെ ക്ലാസ് എടുത്തപ്പോ ഒരു സഹോദരി വിളിച്ചിട്ട് ഞാൻ കുറെ ചിരിക്കും ചെയ്ത്. സംഗതി 2 കൊല്ലം മുന്നേ സംഭവിച്ചൊരു വിഷയമാണ്. ആ സഹോദരിയോട് തന്റെ ഭർത്താവ് പറഞ്ഞൊരു വാക്ക്. പക്ഷെ എന്റെ ക്ലാസ് കേട്ടപ്പോ ആ സഹോദരിക്ക് തോന്നി, പടച്ചോനെ ഇങ്ങനെയാണെങ്കിൽ 2 കൊല്ലം മുന്നേ എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞ വാക്ക് കാരണം തലാക്ക് പോകുമോ എന്നൊരു ഉത്ഭയം. പിന്നെ അന്വേഷിച്ച് വേണ്ടതുപോലെ അന്വേഷിച്ചപ്പോ അത് തലാക്ക് പോവാത്തൊരവസ്ഥയായിരുന്നു. അപ്പൊ നമുക്ക് ബോധം പറയുന്നത് നമുക്ക് ഉപകാരം പലവർക്കും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഒരു വിഷയം അവർ അവസാനിപ്പിക്കുന്നു. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചൊരു വിഷയം ജുമയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ഭാഗം മാത്രമാണ്. അപ്പൊ ഏതായാലും ഇപ്പൊ വേറെ ലൈവ് ക്ലാസുകളൊന്നും ഇല്ലാതിരുന്നപ്പോ ഇന്നലെ ഇങ്ങനെ ഒരു ചർച്ച നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തകനുമായി ഞങ്ങളൊരു ചർച്ച ചെയ്തപ്പോ എനിക്ക് രാത്രി ഉറങ്ങുമ്പോ അങ്ങനെ തോന്നി, ഒരുപാട് ചെറുപ്പക്കാർ വെള്ളിയാഴ്ച വീട്ടിലേക്കൊക്കെ ഫോൺ ചെയ്യുന്നതാ. ചിലപ്പം ഭാര്യന്മാരൊക്കെ ചൂടാവുമ്പോ പാവങ്ങള് ഓർമ്മയില്ലാതെ എന്തെങ്കിലുമൊക്കെ ദേഷ്യം പിടിച്ച് പറഞ്ഞു പോയാല് എന്തായാലും വേണ്ടിയില്ല, നാളെ രാവിലെ ക്ലാസ് എടുക്കുമ്പോ ഒന്നൊരു ഓർമ്മപ്പെടുത്തല്. ആ ക്ലാസ് കേട്ടിട്ട് പേരേക്ക് ഫോൺ ചെയ്യുമ്പോ ഭാര്യ ചൂടാകുന്ന അപ്പം മനസ്സിൽ ഓർമ്മ വരുമല്ലോ. ഇതന്നെയാണ് അബുറയ്യാന്ന് രാവിലെ പറഞ്ഞത്. നിങ്ങൾ ഭാര്യന്മാർക്ക് ഫോൺ ചെയ്യുമ്പോൾ ഓറ്റങ്ങൾ ചൂടാവൂട്ടോ, തൽക്കാലം ഫോൺ അങ്ങോട്ട് കത്താക്കുക. നമ്മള് ഇന്റെ ഭാര്യ എന്നോട് ഒന്ന് പറഞ്ഞു 2 പകരം ഞാൻ പറയും എന്നുള്ള ചിന്ത ഒഴിവാക്കിയേ പറ്റൂ. നമുക്ക് നമ്മുടെ ഒരു ജീവിതം നല്ല സ്നേഹത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. ചില പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ വായയിൽ നിന്ന് വന്നു പോകുന്ന വാക്ക് ഒരു വലിയ സ്നേഹബന്ധത്തിന് തിരശീല വീഴുകയാണ്.
ചിലപ്പം 1 or 2 തലാക്കാണെങ്കിലും മടക്കിയെടുക്കാം. കൂട്ടത്തിൽ അവരെ ഒരു വിഷയം കൂടി ഉണർത്തുകയാണ്. ഇന്നലെ ആ ഒരു സുഹൃത്ത് നമ്മളെ ക്ലാസ് റൂമിൽ ഉണ്ടോന്ന് അറിയില്ല, എങ്കിലും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു മസലകളാണല്ലോ. അപ്പോ ആ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഉസ്താദെ ഓൻ പറഞ്ഞിട്ടുള്ളൂ മഹല്ല് കമ്മിറ്റിക്ക് എഴുത്ത് കൊടുത്തിട്ടില്ലാന്ന്. ഞാൻ ആ ഒരു സുഹൃത്ത് ക്ലാസ് റൂമിൽ ഉണ്ടെങ്കിൽ ഒന്നും വിചാരിക്കരുത്. നമ്മളൊരുപാട് സാധാരണക്കാർക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനൊരു അവസരമാണല്ലോ ഒരു അനുഭവം വെച്ച് ഓരോ കാര്യങ്ങൾ വരുമ്പോൾ. അതായത് ഓന് വാക്ക് പറഞ്ഞിട്ടുള്ളൂ മഹല്ല് കമ്മിറ്റിക്ക് എഴുത്ത് കൊടുത്തിട്ടില്ല. അപ്പൊ ഒരുപാട് സാധാരണക്കാർ മനസ്സിലാക്കിയത് എന്താ, ഈ വാക്ക് പറഞ്ഞതിന്റെ ശേഷം കത്തെഴുതിയിട്ട് മഹല്ല് കമ്മിറ്റിയുടെ കയ്യിൽ കിട്ടിയാലേ തലാക്ക് പോകുള്ളൂ എന്നൊരു തോന്നൽ പലർക്കുണ്ട്. അത് നമുക്ക് തലാക്ക് മഹല്ല് കമ്മിറ്റിക്ക് എഴുത്തുകൊടുക്കല് തലാക്ക് പോവാനുള്ള നിബന്ധനയല്ല. ഈ തലാക്ക് ഇതുവരെ ഇന്നവൽ എന്റെ ഭാര്യയായി ഞാൻ കൊണ്ടു നടന്നിരുന്നു, ആ ബന്ധം ഞാൻ വിച്ഛേദിച്ചിരിക്കുന്നു എന്ന വിവരം മഹല്ലത്തുകാരെ അറിയിക്കാണ്. അല്ലാതെ തലാക്ക് പോവാൻ മഹല്ല് കമ്മിറ്റിക്ക് എഴുത്തുകൊടുത്തോന്നില്ല. തലാക്ക് പോവാൻ ഇവൻ പറഞ്ഞ വാചകം കിനായിയാണെങ്കിൽ അതുകൊണ്ട് തലാക്ക് ഉദ്ദേശിച്ച് പറഞ്ഞതാവുക, വ്യക്തമായ സരീഹായ വാചകമാണെങ്കിൽ എങ്ങനെയാണെങ്കിലും തലാക്ക് പോയി. എണ്ണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണത്തിനനുസരിച്ച്, എണ്ണം കരുതിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് കാര്യങ്ങൾ വിലയിരുത്തും. അപ്പൊ ഞാൻ പറഞ്ഞത് അത് മഹല്ല് കമ്മിറ്റിക്ക് എഴുത്ത് കൊടുത്തിട്ടില്ല എന്നതിന്റെ പേരിൽ ഓന്റെ റൂമിൽ വെച്ച് പറഞ്ഞു, അല്ലെങ്കിൽ ഭാര്യന്റെ മുഖത്തോക്കി പറഞ്ഞു മഹല്ല് കമ്മിറ്റിക്ക് എഴുതിയിട്ടൊന്നുമില്ല, ആരും അറിയിച്ചിട്ടൊന്നുമില്ല എന്ന് ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ അങ്ങനെ മനസ്സിലാക്കി ആ മസല മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചരിച്ച വാക്ക് എന്ത് അതിലേക്കാണ് നോട്ടം. ഇനി ഉച്ചരിച്ചത് മഹല്ല് കമ്മിറ്റിക്ക് എഴുത്തെഴുതി അറിയിച്ചോ, നാട്ടിലെ കാളിനെ അറിയിച്ചോ, മറ്റുള്ളവരെ അറിയിച്ചോ, സാക്ഷികൾ ഉണ്ടായിരുന്നില്ല, ആരും കേട്ടിട്ടില്ല, അതൊന്നും കുടിയിൽ വാതിലടച്ചിട്ട് റേഞ്ചിത്താത്ത സ്ഥലത്ത് നിന്നിട്ട് അവൻ പറഞ്ഞത്. അങ്ങനെയാ, അങ്ങനെ ആയിക്കോട്ടെ. ഒരു സ്ഥലത്തേക്ക് റേഞ്ച് കിട്ടുന്നില്ലെങ്കിൽ ഉറപ്പാണല്ലോ. അത്രയും ആ റൂമിൽ ഒരു സർക്കുലേഷനും കിട്ടാത്ത റൂമാണ്, അതുകൊണ്ടാണ് അവിടെ റേഞ്ച് കിട്ടാത്തത്. അപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഓന് വാക്ക് ഉപയോഗിച്ചത്. അപ്പൊ ആൾക്കാർ കേൾക്കലോ മഹല്ല് കമ്മിറ്റിക്ക് എഴുതലോ അതൊന്നും തലാക്ക് പോവാനുള്ള നിബന്ധനയായി ആരെങ്കിലും വല്ല സാധാരണക്കാരും മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തണം എന്ന് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ വിഷയത്തിലേക്ക് മടങ്ങി വരുന്നു. ഇതിപ്പോ നിങ്ങൾ വിചാരിച്ചും ഈ അബൂ റയ്യാൻ ഇപ്പൊ KPA കരീം സാഹിബ് ഒരു ഒന്നിങ്ങോട്ട് എത്തന്ന് ആമുഖം കൂടാതെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. പക്ഷെ പറഞ്ഞ കാര്യമില്ല. ഇത് മുമ്പ് ഇസ്രാവും മേറാജും പ്രസംഗിക്കാൻ വേണ്ടി ഉസ്താദിനെ വിളിച്ചപ്പോ ഉസ്താദിന് ഇസ്രാവും മേറാജും കിട്ടാതിരുന്നപ്പോ റിയാദു സാലിഹിൻ നോക്കിയിട്ട് കുറെ ഹദീസ് അന്ന് വായിച്ച അർത്ഥം വെച്ചിട്ട് പറഞ്ഞു ഇതൊക്കെ ഇസ്രാവും മേറാജും പോയ നബി പറഞ്ഞതാണ്. അങ്ങനെ വിഷയം ബന്ധിപ്പിച്ചതല്ല ഞാൻ. വെള്ളിയാഴ്ച പല സുഹൃത്തുക്കളും നാട്ടിലേക്കൊക്കെ വിളിക്കുമ്പോ ദേഷ്യം വന്ന് പല വാക്കുകളും ഉച്ചരിക്കാറുണ്ട്. അപ്പൊ അവർക്കൊരു മുൻകൂട്ടി ഒരു പോളിയോ അവരുതഞ്ഞ് ഭാര്യന്മാർക്ക് ഫോൺ ചെയ്യുമ്പോ അവരെന്തെങ്കിലും ദേഷ്യപ്പെട്ട് വർത്താനം പറയുമ്പോ ദേഷ്യപ്പെടാൻ പോവണ്ട എന്നതിലേക്ക് ഒരു വെള്ളിയാഴ്ച ഇത്തരം ഫോൺ കോളുകളൊക്കെ നടക്കുന്ന ദിവസമായപ്പോ ഒന്ന് സാധാരണക്കാർക്ക് വേണ്ടി ഉണർത്തി അല്ലാഹു തആല നമുക്ക് ബുദ്ധി മോശം കൊണ്ട് അല്ലെങ്കിൽ ദേഷ്യം അധികരിക്കൽ കാരണം അത്തരം വാക്കുകൾ വന്നു പോവലിനെ തൊട്ട് അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മൾ കഴിച്ച ഭാര്യന്മാരുമായി അവരോടൊപ്പം കളിച്ചു ചുരിച്ച് സന്തോഷത്തോടുകൂടെ റാഹത്തായി ജീവിക്കുവാനും മരണസമയം റാഹത്താകുവാനും സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാനും അല്ലാഹു നമുക്ക് ഭാഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്ത് ഇന്ന് പറയുന്ന ജുമുഅയുമായി ബന്ധപ്പെട്ട വിഷയം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ പങ്കെടുക്കുന്ന ഒരു ജുമുഅ അത് നിയമാനുസൃതമായി സ്ഥാപിതമായ ജുമുഅയാണോ എന്ന് ആദ്യം നമ്മളൊന്ന് മനസ്സിലാക്കണം. അതിനെന്ത് വേണം? ആരെക്കൊണ്ടാണ് ജുമുഅ സ്ഥാപിക്കാൻ പറ്റുക? ആർക്കൊക്കെയാണ് ജുമുഅ അവരെ കൊണ്ട് സ്ഥാപിക്കാൻ പറ്റൂലെങ്കിലും ജുമുഅ അവരെ കൊണ്ട് നിലനിർത്താൻ പറ്റില്ലെങ്കിലും അവനിക്ക് ജുമുഅ നിർബന്ധമാകും. അതുപോലെ തന്നെ യാത്രക്കാരന് ജുമുഅ നിർബന്ധമുണ്ടോ? യാദർശികമായി ഒരു പെണ്ണ് പള്ളിയിൽ വന്ന് കുടുങ്ങിന്ന് വെക്കുക, അങ്ങനെ വരല്ലോ. ഒരു യാത്ര പോവുകയാണ്, യാദർശികമായി ഒരു പള്ളിയിൽ വന്ന് കുടുങ്ങി. ആ ഒരു മസ്അല മനസ്സിലാക്കണം. കാരണം ചില ജമാഅത്തെ ഇസ്ലാമിക്കാരും മുജാഹിദൊക്കെ നിങ്ങളെ ഫിഖിന്റെ കിതാബ് തന്നെ പറഞ്ഞിട്ടില്ലേ പെണ്ണുങ്ങൾക്ക് ജുമുഅ നിസ്കരിക്കാന്, പിന്നെ എന്തിനാണ് നിങ്ങൾ അതിനെതിരെ എത്ര ശബ്ദിക്കുന്നത് എന്നൊരാശയം വല്ലാതെ അവാന്തര വിഭാഗങ്ങൾ ഷാഫി മദ്ഹബിലെ ഫിഖ് കൊണ്ട് കളിക്കുന്നുണ്ട്.
അപ്പൊ നമ്മുടെ ഗൾഫ് മേഖലയിലൊക്കെ ഏതെങ്കിലൊക്കെ മുജാഹിദ് പ്രവർത്തകർ, നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകര് നിങ്ങളുടെ ഷാഫി മദ്ഹബിൽ തന്നെ പെണ്ണിന് ജുമാ നിസ്കരിക്കാനില്ലേ? പിന്നെ എന്തിനാ നിങ്ങളെ മൊയ്ലിയമാർ ഇതിനെതിരെ എങ്ങനെ കോലിലക്കം സൃഷ്ടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇഷ്കാലാക്കുമ്പോ നമ്മുടെ ആദർശം, നമ്മുടെ അടിസ്ഥാനം, നമ്മുടെ ഫിഖ്ഹിയായ മസ്അല, സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസപ്രകാരമുള്ള മസ്അലയും സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് എന്ന് ഉണർത്തി. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു വ്യക്തിക്ക് ജുമുഅ നിർബന്ധമായി എന്നതിന്റെ പേരിൽ അവനെ ജുമുഅ സ്ഥാപിക്കാൻ എന്നുന്ന 40 ആളെ കൂട്ടത്തിൽ എണ്ണാൻ പറ്റിക്കൊള്ളണം എന്നില്ല. എന്റെ ക്ലാസ് റൂമിൽ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ഒരുപാട് സാധാരണക്കാരും ഒരുപാട് ഉസ്താദന്മാരുമുണ്ട്. പക്ഷെ അതിനേക്കാൾ എത്രയോ 10 മടങ്ങ് ഇത്തരം കാര്യങ്ങളൊന്നും തീരെ അറിയാത്ത ഒരുപാട് പാവങ്ങളായ ശ്രോതാക്കൾ നമുക്കുണ്ട്. അവരെ പരിഗണിച്ചിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ എല്ലാ പ്രവർത്തകരും സഹകരിക്കണമെന്ന് ഞാൻ എന്റെ എല്ലാ ക്ലാസ്സിലും ഉണർത്തുന്നത് പോലെ ഞാൻ ഉണർത്തുകയാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കേണ്ടത്, ഒരാൾക്ക് ജുമുഅ നിർബന്ധമായി എന്നതിന്റെ പേരിൽ ജുമുഅ നിലനിർത്താൻ ആവശ്യമായ 40 ആൾക്കാരുടെ കൂട്ടത്തിൽ അവനെ പെടുത്താൻ പറ്റിക്കോണമെന്നില്ല. അത് ഞാൻ മനസ്സിലാക്കണം. എല്ലാവരും 40 ആൾക്കാരുടെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റിക്കോന്നില്ല. മുമ്പൊരു പള്ളിയിൽ ഖത്തീബ് പെട്ടെന്ന് ഒരു ഖുതുബ ഓതുന്നതിന്റെ ഒരു 15 മിനിറ്റ് മുന്നേ അവന് മഹല്ല് കമ്മിറ്റിക്ക് വിവരം കിട്ടുകയാണ്, ഞാൻ ഇന്ന് എത്തൂലാൻ. കമ്മിറ്റിക്കാരാകെ ബേജാറായി. കാരണം ആ മഹല്ലത്തിൽ മൊയ്ലേര് ഒരു ഖുതുബ ഓതാൻ പറ്റിയ ഒരു മനുഷ്യനും ആ മഹല്ലത്തിലില്ല. അത്രയും ഒരു വളരെ വിജ്ഞാനപരമായി കുറഞ്ഞൊരു മഹല്ല. ഈ കമ്മിറ്റിക്കാരിങ്ങനെ ബേജാറായി നിൽക്കുക, റബ്ബെന്നിപ്പോ ജുമാ നിസ്കരിക്കണ്ടേ, മൊയ്ലേര് വരൂലാണ്, വിവരം കിട്ടിയിരിക്കുന്ന ആലാപ്പെന്ന് ഖുതുബ ഓതുവാൻ. അപ്പലാണ് ഒരു നാദം കാക്ക. അതുകൊണ്ടാണ് നമ്മുടെ ഷൗക്കത്ത് സഖാഫി ആ മസ്അല പറഞ്ഞിട്ടുണ്ടാവും. മഹാനായ റസൂലുള്ളാഹിന്റെ തലപ്പാവ് ധരിക്കുന്ന മസ്അല പറഞ്ഞിടത്ത് ആലിമീങ്ങളുടെ വേഷം സാധാരണക്കാര് ധരിക്കാൻ പാടില്ല, അങ്ങനെ ഒരു മസ്അലയുണ്ട്. അവിടെ തന്നെ ഒരു മസ്അല അവിടെ ഞാൻ പറയട്ടെ. ഫിഖിന്റെ കിതാബിലൊക്കെ കാണല്ലോ, താടിയും നിരച്ച താടിയും തലമുരയ്ക്കും ചായം കൊടുക്കൽ സുന്നത്താണ്. അതൊരു സുന്നത്താണെന്ന് വിചാരിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനും ഇങ്ങനെ വലിയ വലിയ ആലിമീങ്ങളൊക്കെ താടി ഇങ്ങനെ മൊയ്ലാഞ്ചി ചായം കൊടുത്ത് ഞാനും അതേമാതിരി ഒരു വേഷവിധാനം അംഗീകരിക്കുന്നു എന്ന് ഉള്ള ഒരു നിയ്യത്തിൽ ആ താടിക്ക് ചായം കൊടുക്കാൻ പറ്റോ ഇല്ലേ എന്ന ചർച്ച ഫിഖിന്റെ കിതാബിൽ കാണാം. അപ്പൊ നമ്മൾ ആലിമീങ്ങളുടെ വേഷം സാധാരണക്കാർ സ്വീകരിക്കുക, സാധാരണക്കാരുടെ വേഷം ആലിമീങ്ങൾ സ്വീകരിക്കുക, അതൊക്കെ മുറുവത്തിനെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. ഇരിക്കട്ടെ, ഏതായാലും ഒരു സാധാരണക്കാരൻ എന്ത് ചെയ്തു? അവൻ വലിയൊരു കന്തൂറക്കിട്ട് നല്ലൊരു താജിക്കും വെച്ച് നല്ലൊരു തലപ്പാവൊക്കെ കെട്ടിച്ച് ജുമാക്ക് അങ്ങനെ ചെല്ലാണ്. അതിൽ കമ്മിറ്റിക്കാരൊന്ന് ശ്വാസം വിട്ടു, നിങ്ങൾ ബേജാറാവണ്ട, നമ്മളെ ഖത്തീബ് ഉസ്താദ് എന്ന് വന്നില്ലെങ്കിലും നല്ലൊരു മൊയ്ലേരി കയറി വരുന്നുണ്ട്. ഓല് ആ മനുഷ്യൻ ഒരു വിവരമില്ല. അദ്ദേഹം ഇങ്ങനെന്താക്കി, ഇങ്ങനെ പള്ളിയിലേക്ക് കയറി വന്നപ്പോ കമ്മിറ്റിക്കാരെല്ലാവരും പാടെ നല്ല ബഹുമാനത്തിൽ സ്വീകരിച്ചു. അൽഹംദുലില്ലാഹ്, വല്ലാഹ് ഖൈറായി ഉസ്താദെ, ഞങ്ങളെ ഖത്തീബ് ഉസ്താദ് ഇന്ന് വരൂലാന്ന് പറഞ്ഞു, ഞങ്ങളാകെ ബേജാറായിരിക്കാണ്, ഖുതുബോദാൻ ഒരാളെ കിട്ടാൻച്ച്. അപ്പോഴാണ് നിങ്ങളെ വരവ്, അൽഹംദുലില്ലാന്ന്. പക്ഷെ ഞാൻ മൊയ്ലേരല്ല, എനിക്ക് വിവരമില്ലാന്ന് ഇയാൾക്ക് പറയാൻ പറ്റുമോ? കാരണം ആ സൈസ് കോലല്ലേ ധരിച്ചിരിക്കുന്നത്, വലിയൊരു ഷെയ്ഖിന്റെ വേഷവിധാനം. എന്തായാലും വേണ്ടിയില്ല, അയാൾ ഈ നാട്ടുകാർക്ക് തീരെ വിവരമില്ലാന്ന് ഇയാൾക്കും മനസ്സിലായി. മൂപ്പര് ബാങ്കൊക്കെ കൊടുത്ത് 2ാം ബാങ്കും കഴിഞ്ഞു മിമ്പർമക്കണ്ട് കയറി. മൂപ്പരങ്ങത്ത് തുടങ്ങി ഖുതുബ. അൽഹംദുലില്ലാഹ്, 40 ആൾക്കാരെ കൂട്ടത്തിൽ ഞാനും 10 പറഞ്ഞിട്ട് ഖുതുബ എന്ത് തുടങ്ങി. ജനങ്ങൾ മനസ്സിലായി നല്ല ഖത്തീബിനാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാ 40 ആൾക്കാരെയും എല്ലാവരെയും 40 ആൾക്കാരെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റൂല. 40 ആൾക്കാരെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റിയവർ ആര്, അല്ലാത്തവരാര് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ആ നിബന്ധനക്കൊത്ത ജുമുഅയാണോ, അത് നമ്മുടെ ഷാഫി മദ്ഹബ് പ്രകാരമാണ് പറയുന്നത്. അതല്ലെങ്കിൽ 4-1 മദ്ഹബ് പ്രകാരം ഞാൻ ഈ പങ്കെടുക്കുന്ന ജുമുഅ സഹീഹാണോ അല്ലേ എന്ന് നമ്മൾ ചിന്തിക്കണം. അല്ലെങ്കിൽ അതിന് പറ്റാവുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അല്ല ഒരു നിലക്കും ഒരു സഹീഹായ ജുമുഅ നമുക്ക് ലഭിക്കാൻ സാധ്യമല്ലെങ്കിൽ തൽക്കാലം കോലത്തിൽ
കമ്പനിയിൽ പ്രശ്നം വരാതിരിക്കാൻ കോലത്തിൽ ആ ഒരു അന്തരക്കാലത്ത് ജുമുഅ ചിലപ്പം സുബൈന്റെ നിയ്യത്ത് വെച്ച് അതിൽ പങ്കെടുത്ത് ചിലപ്പോൾ നമ്മൾ ളുഹ്ർ നിസ്കരിക്കേണ്ട സാഹചര്യങ്ങളൊക്കെയും വരും. കൂട്ടത്തിൽ മുമ്പൊരിക്കൽ ഉണർത്തിയതുപോലെ ഫിഖീന്റെ കിതാബിലൊക്കെ പറഞ്ഞില്ലേ, ജുമുഅന്റെ ഇമാമ് വഹാബിയോ ജമാഅത്തെ ഇസ്ലാമിക്കാരനോ അല്ലെങ്കിൽ അതുപോലത്തെ മുബ്തദിയാണെങ്കിൽ അവൻ ജുമുഅ നിസ്കരിക്കല്ല വേണ്ടത്. അവൻ ജുമുഅ നിസ്കരിച്ചാൽ ആ മുബ്തദിയാണ്, പക്ഷേ അവന്റെ നിസ്കാരം സഹിയാണെങ്കിൽ നമ്മുടെ ജുമുഅ സഹിയാകും. പക്ഷേ നമ്മോട് അവരുടെ കൽപ്പന എന്താ? ആ ഒരു മുബ്തദിയായ ജുമുഅന്റെ ഇമാമിന്റെ പിന്നിൽ തുടർന്ന് നിസ്കരിക്കണ്ട. ഇജ് ഒറ്റക്ക് പെരേന്ന് ളുഹ്ർ നിസ്കരിച്ചോ അല്ലെങ്കിൽ നിന്റെ റൂമെന്ന് ളുഹ്ർ നിസ്കരിച്ചോ. അപ്പൊ ജുമുഅ വളരെ ഗൗരവമുള്ളതാണ്. പക്ഷെ അത് നിസ്കരിക്കാനും ആരെ പിന്നിൽ തുടരണം, ഏത് ജുമുഅയിൽ പങ്കെടുക്കണം, വിഷയങ്ങളൊക്കെ നമ്മൾ നല്ലവണ്ണം മനസ്സിലാക്കണം. ഏതായിരുന്നാലും ജുമുഅ നിർബന്ധമായി എന്നതിന്റെ പേരിൽ അവനെ 40 ആൾക്കാരെ കൂട്ടത്തിൽ എണ്ണാൻ പറ്റൂല. ഇതാണിപ്പോ ഞാൻ ആകത്തുക പറഞ്ഞത്. അത് മനസ്സിലാവാൻ ഒറ്റ വാക്കിൽ കുറഞ്ഞ സമയങ്ങളെ കൊണ്ട് ഒരു 10 മിനിറ്റ് കൂടി, അധികം വൈകാൻ പറ്റൂല. ഞാൻ ഇത് പറയാനെന്ന് കരുതിയിട്ടുള്ളൂ. ജുമുഅയുമായി ബന്ധപ്പെട്ട ഇനി പറയാൻ പോകുന്ന ഈ ഒരു മസ്അല പറയാനെന്ന് ഉദ്ദേശിച്ചുള്ളൂ. ഞാൻ ആ തലാഖിന്റെ കൂട്ടം പറഞ്ഞത് ഒരുപാട് ഗൾഫുകാർക്ക് ഇങ്ങനത്തെ അബദ്ധങ്ങൾ വരുന്നുണ്ട്. അത് വരാതിരിക്കാൻ നമ്മുടെ KMICയുടെ ശ്രോതാക്കളെങ്കിലും അത്തരം വാക്കുകൾ അറിയാതെ ഉപയോഗിച്ച്, ദേഷ്യം കാരണം ഉപയോഗിച്ച് കുടുംബ ബന്ധം തകരുന്നത് ഇല്ലാതെയാക്കാൻ വേണ്ടി ഇന്നലത്തെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ ഉണർത്തി എന്ന് മാത്രം. എന്റെ ആ സംഭവം പറഞ്ഞ പ്രവർത്തകൻ നമ്മുടെ ക്ലാസ് റൂമിൽ ഉണ്ട്. ഞാൻ ആളെ പറഞ്ഞിട്ടില്ല, പറഞ്ഞ ആരും പറഞ്ഞിട്ടില്ല, നാദും പറഞ്ഞിട്ടില്ല. ആ സുഹൃത്തിനോട് ഞാൻ നമ്മുടെ ക്ലാസ്സിലുള്ള മറ്റു സാധാരണക്കാർക്കൊരു ബോധം നൽകാൻ വേണ്ടി ആ അനുഭവം പറഞ്ഞതാണെന്ന് എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇന്നലെ ചർച്ച ചെയ്ത ആ പ്രവർത്തകനോട്, ആ KMIC ശ്രോതാവിനോട് പ്രത്യേകിച്ച് ഞാൻ പറയുന്നു. ഏതായിരുന്നാലും നിങ്ങൾ മനസ്സിലാക്കുക, ജുമുഅന്റെ കാര്യത്തിൽ ജനങ്ങൾ 6 വിഭാഗമാണ്. അത് നമ്മൾ എതിക്ക് മനസ്സിലാക്കി, ഈ മസ്അല മനസ്സിലാക്കി അത് വെക്കണം. ഞാൻ ഇനി പറയുന്നത് മനസ്സിലാക്കി വെച്ചാൽ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വെള്ളിയാഴ്ച ഇതിന്റെ ബാക്കി പറയുമ്പോ തിരി. കാരണം വെള്ളിയാഴ്ച നമ്മൾ ആദ്യമേ ചർച്ച ചെയ്തത് വെള്ളിയാഴ്ചയുമായി പുരുഷന്മാർ പ്രത്യേകം മനസ്സിലാക്കേണ്ട മസ്അലകൾ നമുക്ക് ചർച്ച ചെയ്യാമെന്നാണല്ലോ നമ്മൾ തമ്മിലുള്ള കരാറ്. ആ നിലക്ക് ഇതിന്റെ ബാക്കി ഞാൻ അടുത്ത വെള്ളിയാഴ്ച പറയുമ്പോ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ജുമുഅ, ഞാൻ പങ്കെടുക്കുന്ന ജുമുഅ, നമ്മൾ പങ്കെടുക്കുന്ന ജുമുഅന്റെ ഇമാമിന്റെ അവസ്ഥ ഒക്കെയും അതിലൂടെ മനസ്സിലാക്കി അല്ലാഹു തആല നമുക്ക് വിശുദ്ധമായ റമളാനാണ് വരുന്നത്. ചിലപ്പോൾ 5 ജുമുഅ കിട്ടീന് വരും, അല്ലെങ്കിൽ 4 ജുമുഅ എന്തായാലും കിട്ടും. എന്തോ ആവേശമായിരിക്കും റമളാനിന്റെ ജുമുഅയ്ക്ക് നമുക്ക് പങ്കെടുക്കാൻ. അതൊക്കെ ഒരു മഖബൂലും സഹീഹുമായ ജുമുഅകളിൽ പങ്കെടുക്കാനുള്ള അവസരം ഇത്തരം ക്ലാസുകളിലൂടെ അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പറഞ്ഞ് ജുമുഅന്റെ വിഷയത്തിൽ ജനങ്ങൾ 6 വിഭാഗമാണ്. വഅലം അന്നന്നാസ ഫിൽ ജുമുഅത്തി 6 അഖ്സാമിൻ. ജുമുഅന്റെ വിഷയത്തിൽ ജനങ്ങൾ 6 വിഭാഗക്കാരാണ്. അതിൽ ഒന്നാമത്തെ വിഭാഗം മൻ തജിബു അലൈഹി വതൻഅഖിദു ബിഹി വതസിഹു മിൻഹു. ഒന്നാമത്തെ വിഭാഗത അവന്റെ മേൽ ജുമുഅ നിർബന്ധമാണ്, അവനിൽ നിന്ന് ജുമുഅ സഹിഹാകും ചെയ്യും, അവനെ കൊണ്ട് ജുമുഅ കെട്ടുപെടുകയും ചെയ്യും. അപ്പൊ ഒന്നാമത്തെ വിഭാഗം ജുമുഅ നിർബന്ധമാണ്, അവൻ ജുമുഅ നിസ്കരിച്ചാൽ നിസ്കാരം സഹീഹാകും, അതുപോലെ തന്നെ അവനെ കൊണ്ട് ജുമുഅ കെട്ടുപെടും എന്ന് പറഞ്ഞാൽ ജുമുഅ നിലനിർത്താൻ 40 ആൾക്കാരെ കൂട്ടത്തിൽ അവനെ എണ്ണാനും പറ്റും. ഈ പദം നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ജുമുഅ സഹീഹാവാത്ത വിഭാഗമുണ്ട്, ജുമുഅ 40 ആൾക്കാരെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റാത്ത ആൾക്കാരുണ്ട്, ജുമുഅ തീരെ നിർബന്ധമില്ലാത്ത ആൾക്കാരുണ്ട്. ഇതൊക്കെ ഇപ്പൊ നമ്മൾ ഈ ഒന്നാമത്തെ വിശദീകരണം കൊണ്ട് തന്നെ കിട്ടുന്നുണ്ട്. ഏതായാലും അതിനുശേഷം പറയും. അപ്പൊ ഒന്നാമത്തെ വിഭാഗം ജുമുഅ നിർബന്ധമാകും, 40 ആൾക്കാരെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റും, അവനിൽ നിന്ന് ജുമുഅ സഹിയാകും. അതാരാ? എല്ലാ നിബന്ധനയും ഒത്തവര്, അതായത് പ്രായപൂർത്തിയായ ബുദ്ധിയുമല്ല മുസ്ലിമായ ജുമുഅ സ്ഥാപിക്കുന്ന മഹല്ലിൽ പെരകെട്ടി താമസിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ആ നാട്ടുകാരനായി ജീവിക്കുന്ന വ്യക്തി. ഇങ്ങനത്തെ എല്ലാ നിബന്ധനയും ഒത്തവരാണ്. അവർക്ക് ജുമുഅ നിർബന്ധമാണ്, അവർ ജുമുഅ നിസ്കരിച്ചാൽ ജുമുഅ സഹീഹാണ്. ജുമുഅ സ്ഥാപിക്കാൻ 40 ആൾക്കാരെ കൂട്ടത്തിൽ അത്തരം ആളുകളെ എണ്ണപ്പെടുകയും ചെയ്യാം. ഇനി രണ്ടാമത്തെ വിഭാഗം,
മൻ തജിബു അലൈഹി വലാ തൻഅഖിദു ബിഹി വതസിഹു മിൻഹു, അതായത് അവനിക്ക് ജുമുഅ നിർബന്ധമാണ്, അതോടൊപ്പം അവൻ ജുമുഅ നിസ്കരിച്ചാൽ സഹിയാകും, അതോടൊപ്പം 40 ആൾക്കാരെ കൂട്ടത്തിൽ പെടുത്താനും പറ്റൂല. ഞാൻ ഈ 40 ആൾക്കാരെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റൂല എന്ന് പറയുന്നത് എന്താണെന്നോ, സാധാരണക്കാർക്ക് തിരിയാനാത്തോ. കാരണം അവനെ കൊണ്ട് ജുമുഅ കെട്ടുപെടൂല എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനൊരു പ്രയാസം ഉണ്ടാവും. ഞാൻ സാധാരണക്കാർക്കുള്ള ക്ലാസ് ആയതുകൊണ്ട് അവർക്ക് തിരിയാൻ വേണ്ടിയിട്ടാണ് 40 ആൾക്കാരെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റൂല എന്നാണത്. അപ്പൊ സാധാരണക്കാർക്ക് പെട്ടെന്ന് തിരിയല്ലോ. ജുമുഅ നിർബന്ധമായിച്ചിട്ട് എല്ലാരും 40 ആൾക്കാരെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റൂല. ജുമുഅ നിലനിർത്താൻ ആവശ്യമായ 40 ആൾക്കാരെ എണ്ണം ആരാവണം, അതിൽ ഞാൻ പെടുവോ? അപ്പൊ ഞാൻ നിശ്ചയിക്കുന്ന ജുമുഅ ആ നിലക്ക് സ്ഥാപിതമായതാണോ? അങ്ങനത്തെ 40 ആൾക്കാരില്ലാത്ത ജുമുഅയാണല്ലോ ഞാൻ ഈ പങ്കെടുക്കുന്ന ജുമുഅ എന്നൊക്കെയും ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് 2 വെള്ളിയാഴ്ച കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഇത് സ്ഥിരം ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാകുമെന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. അല്ലാഹു തആല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പൊ രണ്ടാമത്തെ വിഭാഗം ആരാണ്? ജുമുഅ നിർബന്ധമാകും, അവനെ കൊണ്ട് ജുമുഅ കെട്ടുപെടൂല, അതോടൊപ്പം അവൻ ജുമുഅ നിസ്കരിച്ചാൽ ജുമുഅ സഹിയാകും ചെയ്യും. അതാരാ? ജുമുഅ നടക്കുന്ന മഹല്ലത്തിൽ പെരകെട്ടി അല്ലാത്ത നിലക്ക് താമസിക്കുന്നവര്. അങ്ങനെ പറഞ്ഞപ്പോ എളുപ്പം തിരിയാണ്. ഇപ്പൊ ഗൾഫുകാരിപ്പോ ജുമുഅ നടക്കുന്ന സ്ഥലത്ത് താമസിക്കുന്നവരാ. പക്ഷെ അവിടത്തെ രാജ്യക്കാരല്ല അവരെ കുടുംബസമേതം അവിടത്തെ രാജ്യക്കാരനായി താമസിക്കുന്നവരല്ല. അവരുടെ ആവശ്യം കഴിഞ്ഞാൽ തിരിച്ചു പോരുക എന്ന നിലക്ക് അവരെ താമസിക്കുന്നവരാ. അപ്പൊ അവരെന്ത് പറ്റൂല? അതല്ലെങ്കിൽ വേറൊന്ന് പറയുക, നമ്മൾ വേറെ ഏതെങ്കിലും ഇപ്പോൾ തിരുവനന്തപുരത്ത് ഞാൻ ജോലി ചെയ്യാണ്, ഞാൻ അവിടെ താമസിക്കുന്നവനാണ്, പക്ഷെ ഞാൻ അവിടത്തെ മുസ്തൗത്തിനല്ല, ആ രാജ്യക്കാരനല്ല, ജുമുഅ നടക്കുന്ന സ്ഥലത്തുള്ള രാജ്യക്കാരനല്ല. പക്ഷെ അവനിക്ക് ജുമുഅ നിർബന്ധാണ്. ഓൻ ജുമുഅ നിസ്കരിച്ചാൽ ജുമുഅ സഹിയാകും. ഇനി അവൻ ളുഹ്ർ മടക്കി നിസ്കരിക്കേണ്ട ആവശ്യം ഇല്ല. പക്ഷേ ജുമുഅ നിലനിർത്താൻ ആവശ്യമായ 40 ആൾക്കാരെ കൂട്ടത്തിൽ അവനെ എണ്ണാൻ പറ്റുകയില്ല. ഇതാണ് രണ്ടാമത്തെ വിഭാഗം. ഇനി മൂന്നാമത്തെ വിഭാഗം ഏതാ? ജുമുഅ നിർബന്ധമാണ്, പക്ഷേ അതോടൊപ്പം ജുമുഅ നിസ്കരിച്ചാൽ സഹിയാകൂല. ശ്രദ്ധിക്കണം, ജുമുഅ ഓൻക്ക് നിർബന്ധ, പക്ഷേ ഓൻ ജുമുഅ നിസ്കരിച്ചാൽ സഹിയാവൂല്ല. അവനെ 40 ആൾക്കാരെ കൂട്ടത്തിൽ വരുത്താനും പറ്റൂല. അതാരാ? മുർത്തദ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരാൾ ഇസ്ലാമിലേക്ക് വന്നതിനു ശേഷം ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. സംഗതി ഓനക്ക് ജുമുഅ നിർബന്ധാണ്. കാരണം ഓൻ ഇപ്പോൾ മുർത്തദ്ദാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവനാണെങ്കിലും അവനോട് കൽപ്പനയുണ്ട്, നിസ്കരിക്കണം, ജുമുഅ നീ നിസ്കരിക്കണം. പക്ഷെ അവനിക്ക് ജുമുഅ സഹിയാവണമെങ്കിൽ ഇസ്ലാമിലേക്ക് മടങ്ങി വരിക എന്നൊരു ഷർത്തും കൂടി എക്സ്ട്രയുണ്ട് എന്ന് മാത്രം. അപ്പോൾ ഒരു മുർത്തദ്ദാണെങ്കിൽ അവനിക്ക് ജുമുഅ നിർബന്ധമാണ്, പക്ഷേ അവൻ മുർത്തദ്ദായിരിക്കെ ജുമുഅ നിസ്കരിച്ചാൽ ജുമുഅ സഹിയാകൂല. അപ്പൊ അവൻ മുർത്തദ്ദായി അങ്ങനെ മരിച്ചു എന്ന് വെക്കുക. ആ മുർത്തദ്ദാവുന്ന കാലത്തു നിസ്കരിക്കാത്ത, ജുമുഅ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ ശിക്ഷക്ക് അവൻ നാളെ ആഖിറത്തിൽ കാരണക്കാരനായിത്തീരും. അപ്പൊ മുർത്തദ്ദാവുമ്പോ ജുമുഅ നിർബന്ധമാണ്, അതോടൊപ്പം അവന് ജുമുഅ നിസ്കരിച്ചാൽ സഹിയാകൂല. കാരണം മുർത്തദ്ദായ മനുഷ്യന് ജുമുഅ നിർബന്ധമാണെങ്കിലും അവന്റെ ജുമുഅ സഹിയാവാൻ ഒരു നിബന്ധന, അവൻ ഇസ്ലാമിലേക്ക് തിരിച്ചു വരണമെന്ന പ്രത്യേക ഷർത്തും കൂടി അവനിക്കുണ്ട്. അവനെ 40 ആൾക്കാരെ കൂട്ടത്തിൽ ജുമുഅ നിലനിർത്താൻ ആവശ്യമായ ആളുകളുടെ എണ്ണത്തിൽ അവനെ പെടുത്താനും പറ്റില്ല. ഇതാണ് മൂന്നാമത്തെ വിഭാഗം. ഇനി നാലാമത്തെ വിഭാഗം ഏതാ? ജുമുഅ നിർബന്ധമില്ല, ഓൻ ജുമുഅ നിസ്കരിച്ച സഹിഹാകൂല്ല, ഓനെ 40 ആൾക്കാരെ കൂട്ടത്തിൽ എണ്ണാനും പറ്റൂല. ജുമുഅ നിർബന്ധമില്ല, ജുമുഅ അവനെ കൊണ്ട് കെട്ടുപെടുകയുമില്ല, അവൻ ജുമുഅ നിസ്കരിച്ചാൽ സഹിഹാകുകയും ഇല്ല. അതായ അസ്ലിയായ കാഫിർ. അസ്ലിയായ ഓൻ ആദ്യമേ ജനിച്ചു തന്നെ കാഫിറായിട്ടാ, ഓപ്പലും കാഫിറാ. ഓന്റെ മേലിപ്പോ ജുമുഅ നിർബന്ധമില്ല, എന്നാ ഓനക്ക് ജുമുഅ നിസ്കരിച്ചാൽ സഹിയാവോ ഇല്ല. പിന്നെ അവനെ 40 ആൾക്കാരെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റില്ല. പിന്നെ നമുക്ക് എളുപ്പം തിരിയുന്നൊരു വിഷയമാണ്, ഞാൻ അത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇനി അഞ്ചാമത്തെ വിഭാഗം, അതെ ആ വിഭാഗത്തിൽ തന്നെയാണ് ആരും പെടുക? മുമയ്യിസ് അല്ലാത്ത കുട്ടികൾ.
മുമയ്യിസാവാത്ത വകതിരിവാവാത്ത കുട്ടികളില്ലേ, ഒരിപ്പോ 4 വയസ്സ് 3 വയസ്സായ ആൺകുട്ടികൾ, ഒരിക്കൽ ജുമാ നിർബന്ധമില്ല, ഒരു ജുമാ നിസ്കരിച്ചാൽ സഹിയാവില്ല. അതോടൊപ്പം തന്നെ ഓലെ 40 ആൾക്കാരുടെ കൂട്ടത്തിൽ എണ്ണാനും പറ്റൂല. അതുപോലെ തന്നെ ബോധക്ഷയമാക്കപ്പെട്ടവൻ, അതുപോലെ തന്നെ ആര് പിരാന്തൻ, അതുപോലെ തന്നെ ഇവന്റെ അക്രമം കൂടാതെ അതിരുവിട്ട് കടക്കാതെ മസ്തായവൻ. വ്യത്യാസം എന്ത്? ഒരാൾ വെള്ളിയാഴ്ച രാവിലെ അങ്ങത്തും മോന്തി കള്ള്, 5-6 കുപ്പി വെള്ളിയാഴ്ച നല്ല ലീവല്ലേ, ഒന്ന് മിനിങ്ങാനും വിചാരിച്ചുകൊണ്ട് നല്ലൊരു 2 കുപ്പി അങ്ങ് അകത്താക്കി ഓനങ്ങത്ത് മസ്തായിട്ട് ജുമുഅന്റെ സമയം കയ്യോലം ഓൻ മസ്തായിട്ട് അവിടെ കടന്നു. ഓൻ ഇതില് പെടൂല. കാരണം ഓന്റെ കാരണം കൊണ്ടു ഓൻ മസ്തായതാണ്. അങ്ങനെ മസ്തായ നേരത്ത് ഒരാൾ ഇങ്ങനെ ആ മസ്തായി കിടക്കുമ്പോ പലതും വിളിച്ചു പറയല്ലോ. ആ വിളിച്ചു പറഞ്ഞ കൂട്ടത്തിൽ ഓൻ പറഞ്ഞു എന്റെ ഭാര്യന്റെ 3 തലാക്കും ചൊല്ലീനാണ്. തലാക്കാണ്ട് പോവും. അതാ നമ്മൾ ഏതായാലും പറഞ്ഞ വിഷയവുമായി ഒരു ബന്ധം ഉണ്ടായതുകൊണ്ട് പറയാണ്. ഓന് കള്ള് കുടിച്ച് ബോധരഹിതനായി വീട്ടിലേക്ക് വന്നതാ. അങ്ങനെ വീട്ടിലേക്ക് വന്നപ്പോ ഭാര്യന്റെ മുഖത്ത് നോക്കിയിട്ട് ഓൻ ആ കല്ല് കുടിച്ച ചിരിയും ചിരിച്ചെങ്ങാണ്ട് ഭാര്യനോട് പറഞ്ഞാൽ തലാക്ക് പോകും. കാരണം ഇവൻ അതിര് വിട്ട് കടന്ന് ഇവൻ മസ്തായതാണ്. നേരെ മറിച്ച് ഇവന്റെ കാരണം കൂടാതെ മസ്തായി. ഇവന്റെ മസ്തിന് കാരണം ഇവനല്ല. അങ്ങനത്തെ ഒരു മസ്തുള്ളവൻ ആ സമയത്ത് തലാക്കിന്റെ വാചകം ഉച്ചരിച്ചാൽ തലാക്ക് പോകൂല. ഇനി അതേമാതിരി തന്നെ അങ്ങനെ മസ്തായി കിടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവനിക്ക് ജുമുഅ നിർബന്ധമില്ല. അപ്പൊ നമുക്കൊരു ഉദാഹരണങ്ങൾക്ക് തിരിയാൻ വേണ്ടി എളുപ്പം മസല പറയാം. വെള്ളിയാഴ്ച രാവിലെ എമർജൻസി ആവശ്യത്തിനൊരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. അങ്ങനെ വെള്ളിയാഴ്ച രാവിലെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി 9 മണിക്ക് അവനെ ബോധം കെടുത്തി. ഓപ്പറേഷത്തിന് വേണ്ടി മനസ്സിലാക്കണം, ഓപ്പറേഷത്തിന് വേണ്ടി വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് അവനെ ബോധം കെടുത്തി. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞു. പിന്നെ അവനിക്ക് ബോധം വരുന്നത് രാത്രി 10 മണിക്കാ. ഇപ്പൊ അവൻ ജുമുഅന്റെ നേരത്ത് ഓപ്പറേഷത്തിന് വേണ്ടി ബോധം കെടുത്തിയ കാരണം ബോധമില്ലാതെ കിടക്കുന്നവനാണ്. അത് അവന്റെ കാരണം കൊണ്ട് ബോധം പോയതല്ല, ആവശ്യത്തിന് വേണ്ടി ബോധം പോയതാണ്. അപ്പൊ അവനിക്ക് ജുമുഅ നിർബന്ധം ഇല്ല. അവന് ജുമുഅ നിസ്കരിച്ചാൽ സഹിയാവൂലോ. അപ്പൊ ജുമുഅ നിസ്കരിക്കൂല. ഓനങ്ങനെ താങ്ങി പൊളിച്ച് പല്ലിക്ക നിങ്ങൾ മനസ്സിലാക്കണം. ഒരാളെന്താക്കി ഒരു പല്ലിക്ക നോക്കുമ്പോ 39 ആളുള്ളൂ. പച്ചോനെ 40 ആൾക്കാർ തയ്യല്ലോ എന്ന് വിചാരിച്ച് ഓപ്പറേഷൻ തിയേറ്ററിന് ബോധം കെട്ട് കിടക്കുന്ന മനുഷ്യനെ താങ്ങി പൊളിച്ചെങ്ങാണ്ട് പല്ലിക്ക കൊണ്ടുപോയി കടത്തി 40 ആൾക്കാരെ എണ്ണം പൂർത്തിയാക്കിയിട്ട് ഖുതുബ ഓതിയാൽ അവിടെ ഖുതുബ ഉണ്ടാവൂല, സഹിയാവൂല. ഞങ്ങൾക്ക് തിരിയാൻ വേണ്ടി പറഞ്ഞതാ. മുമ്പ് ഒരു പള്ളിക്ക് ഖുതുബ ഓതാൻ വേണ്ടി നോക്കുമ്പോ 39 ആളുള്ളൂ. അങ്ങനെ ഈ 39 ആളുള്ളൂ. കാരണന്മാരാകെ ബേജാറായി. എങ്ങനെങ്കിലും ഒരാലിമ്പാടെ കിട്ടാപ്പ എന്താ ചെയ്യാന്ന് വിചാരിച്ചെങ്ങാണ്ട് ഒരു പാദത്തും പല്ലിയിലൊക്കെ തിരഞ്ഞു നോക്കുമ്പോ പാദത്തൊരാളിങ്ങനെ വരമ്പ് വെക്കുന്ന ഒരാള്. അപ്പൊ ഓനോട് പറഞ്ഞു, കാരണം ഇജൊന്ന് ദയവായിച്ച് ഒന്ന് കയ്യും കാലും കഴുകിയിട്ട് ഒന്ന് കേരി കുത്തുന്ന. കാരണം ജുമുഅ തുടങ്ങാൻ 40 ആള് വേണം. അവിടെ 39 ആളുള്ളൂ. അപ്പൊ എന്താക്കി ഓനക്ക് മഹല് കാരണവര് പറഞ്ഞതല്ലേ ശരി, കയ്യും കാലൊക്കെ തേച്ചെഴുകി ഓൻ പല്ലിയുടെ ഉള്ളിൽ വന്നിരുന്ന് ഖുതുബ പൗതി ആയപ്പോ വേറെ ആള് വന്നു. അപ്പൊ ഓൻ പറഞ്ഞു, ഞാൻ ഇനി പോകട്ടെ, നിങ്ങൾക്ക് ഇപ്പൊ 40 ആളായില്ല, എന്റെ പനി മെനക്കെടുത്തല്ലോ എന്നാണ്. അപ്പൊ അങ്ങനത്തെ മനുഷ്യന്മാരുണ്ടാവും. അപ്പൊ മുമ്പൊരു പാദത്ത് വരമ്പ് വെക്കുന്ന ഒരാൾ പറഞ്ഞു, ഞാൻ ഗൾഫ് പോവുകയാണ് എന്നാണ്. അപ്പൊ ആലോചിച്ച് ഇജ്ജക്കും ഗൾഫ് പോയിട്ട് എന്ത് പണി എടുക്കാനാടാ? ഈ പാദത്ത് വരമ്പ് വെക്കുന്ന ഇജ്ജിപ്പ എന്ത് പണിയെടുക്കാനാ ഗൾഫ് പോയിട്ട്? അപ്പോൾ പറഞ്ഞ് ഗൾഫിലൊക്കെ ഇഷ്ടം പോലെ എണ്ണപ്പാടം ഉണ്ട്, അതിന് വരമ്പ് പിടിപ്പിച്ചൂലാണ്. ഈ പാവം വിചാരിച്ചത് എണ്ണപ്പാടം എന്ന് പറഞ്ഞാല് ഇവന്റെ ഇതേമാതിരിക്കുള്ള പാദത്ത് വരമ്പെക്കാൻ പറ്റിയതാണ്. അപ്പൊ ഓൻ പറഞ്ഞ് ഗൾഫിൽ ഇഷ്ടം പോലെ എണ്ണപ്പാടം ഉണ്ട് എന്ന് കേൾക്കുന്നു, അപ്പൊ നമുക്ക് വരമ്പ് പിടിപ്പിക്കല്ലോ എന്നാണ്. അപ്പൊ ഏതായിരുന്നാലും ഞാൻ പറയുന്നത്, ഈ ഹോസ്പിറ്റലിൽ ബോധം കെട്ട് കിടക്കുന്ന ആളെ ഏറ്റിക്കൊണ്ടുവന്ന് 40 ആൾക്കാരെ എണ്ണം തയ്ച്ചിട്ട് ഖുതുബ ഓതിയോണ്ട് ജുമുഅ സഹിയാകൂലാന്ന് അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങക്ക് തിരിയാൻ വേണ്ടി ആ ഒരു ഉദാഹരണത്തിലേക്ക് പോയതാണ്. അപ്പൊ അതുകൊണ്ട് അതാണ് 4ാമത്തെ വിഭാഗം. ഇനി 5ാമത്തെ വിഭാഗം ഏതാ? ജുമുഅ അവന്റെ മേൽ നിർബന്ധമില്ല, 40 ആൾക്കാരെ കൂട്ടത്തിൽ എണ്ണാനും പറ്റൂല, എന്നാ ജുമുഅ നിസ്കരിച്ചാ ജുമുഅ സഹിയാവും ചെയ്യും. മനസ്സിലാക്കണം. ഇനി 5ാമത്തെ വിഭാഗം, ജുമുഅ അവനിക്ക് നിർബന്ധമില്ല, 40 ആൾക്കാരെ കൂട്ടത്തിൽ എണ്ണാൻ പറ്റൂല, ജുമുഅ നിസ്കരിച്ചാൽ ജുമുഅ സഹിയാവും ചെയ്യും. അതാരാ? ഉദാഹരണം, മുമയ്യിസായ കുട്ടി അല്ലെ? മുമയ്യിസായ കുട്ടി, വകതിരിവുള്ള കുട്ടിയാണ്. ഒരു 10 വയസ്സായ കുട്ടിയാ.
പ്രായപൂർത്തിയാവാത്തത് കൊണ്ട് അവനിക്കെന്തില്ല, എന്താണ്, അവനിക്ക് ജുമുഅ എന്തില്ല, നിർബന്ധമില്ല. അവനിക്ക് ജുമുഅ നിർബന്ധമില്ല. പ്രായപൂർത്തിയാവാത്തത് കൊണ്ട് 40 ആൾക്കാരെ കൂട്ടത്തിൽ എണ്ണാനും പറ്റൂല. എന്നാ മുമയ്യിസായ കുട്ടി ഓം ജുമുഅ നിസ്കരിച്ചു, നിസ്കാരം സഹിയാണ്. ഓം മുമയ്യിസായ കുട്ടി എന്ന നിലക്ക് ജുമുഅ സഹിയാണ്. പക്ഷെ ഓനിക്ക് ജുമുഅ നിർബന്ധമില്ല. 40 ആൾക്കാരെ കൂട്ടത്തിൽ എണ്ണാനും പറ്റൂല. ഇനി 6ാമത്തെ വിഭാഗം ഏതാകുന്നു? ഏതാ? ജുമുഅ അവന്റെ മേൽ നിർബന്ധമില്ല. ജുമുഅ അവന്റെ മേൽ നിർബന്ധമില്ല. പക്ഷെ അവനെ 40 ആൾക്കാരെ കൂട്ടത്തിൽ എണ്ണാനും പറ്റും, ജുമുഅ സഹിയാവും ചെയ്യും. വാസ്തവത്തിൽ അവനിക്ക് ജുമുഅ നിർബന്ധമില്ല. പക്ഷെ 40 ആൾക്കാരെ കൂട്ടത്തിൽ അവനെ എണ്ണാൻ പറ്റും. അതായത് അവനെ കൊണ്ട് ജുമുഅ കെട്ടുപോലും, ജുമുഅ സഹിയാവും ചെയ്യും. ഉദാഹരണം രോഗി. കാരണം രോഗികളാണെങ്കിൽ ജമാഅത്തിന് ഉദറുണ്ട്, ജുമുഅക്കും ഉദറുണ്ട്. അപ്പൊ ഒരാൾ എന്ത് ചെയ്തു, തീരെ പള്ളിയിലേക്ക് പോകാൻ വയ്യാതെ വീൽ ചെയർ പോലിലും ഇരിക്കാൻ വയ്യാത്ത ഒരു രോഗിയാണ്. ആ രോഗിയെ സംബന്ധിച്ച് ഇപ്പൊ ജുമുഅക്ക് പോവൽ നിർബന്ധമില്ല. പക്ഷെ എന്ത് ചെയ്തു? അവൻ പറഞ്ഞു മക്കളോട്, മക്കളെ, വാപ്പാക്ക് 80 വയസ്സായി, ഇതുവരെ വാപ്പ ജീവിതത്തിൽ ഒരു ജുമുഅ നഷ്ടപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് എന്റെ മക്കൾ, നിങ്ങൾ എന്നെ എങ്ങനെങ്കിലും ഒന്ന് പള്ളിക്കൊക്കെ എത്തിച്ചേരണം. പള്ളിക്കൊക്കെ എത്തിയാൽ വാപ്പാക്ക് നിസ്കരിക്കാനൊക്കെ, പള്ളിക്കൊക്കെ നടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ. പള്ളിക്കൊക്കെ എത്തിയാൽ പിന്നെ വാപ്പ നിസ്കരിക്കേണ്ട രൂപത്തിൽ നിസ്കരിക്കും. അപ്പൊ മക്കൾ എന്ത് ചെയ്തു? ഇതൊന്നിപ്പോ കിതാബിലെത്തും, ഞങ്ങൾ സാധാരണക്കാർക്ക് തിരിയാൻ വേണ്ടി ഞാൻ ഒരു ഉദാഹരണത്തിലൂടെ പറയാൻ. മക്കളെല്ലാരും പാടെ താങ്ങിപ്പൊളിച്ച് വാപ്പാനെ പള്ളിക്ക കൊണ്ടാക്കി. അവരെത്ര ആളുള്ളൂ? പള്ളിക്ക് ഈ രോഗിനെ കൂടാതെ ആ പള്ളിയിൽ ആകെ 39 ആളുള്ളൂ. നിബന്ധനയൊത്ത ജുമുഅ സ്ഥാപിക്കാൻ, ജുമുഅ കെട്ടുപെടുന്ന 40 ആൾക്കാരെ കൂട്ടത്തിൽ എണ്ണാൻ പറ്റിയ ആള് 39 ആളുള്ളൂ. അപ്പോഴാണ് ഈ രോഗിയായ വ്യക്തിനേറ്റ് പള്ളിക്കൽക്ക് ചെല്ലുന്നത്. ഓനെ കൂട്ടിയിട്ട് എത്ര ആളായി? 40 ആളായി. വാസ്തവത്തിൽ ഇവൻ രോഗി എന്ന നിലയ്ക്ക് ഇവനക്ക് ജുമുഅ നിർബന്ധമില്ല. ഇവൻ പെരേന്ന് ളുഹ്ർ നിസ്കരിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഓൻ പള്ളിയിലെത്തി, ജുമുഅ നിർബന്ധമില്ലെങ്കിലും ഇനിയിപ്പോ 39 ആളെ, നിബന്ധനയൊത്ത 39 ആളെ അവരുടെ നാട്ടുകാരുള്ളൂ. ഈ നാട്ടുകാരനായ ജുമുഅ നിർബന്ധമില്ലാത്ത ഈ രോഗിനിങ്കമ്പാടെ കൂട്ടിയാൽ 40 ആൾക്കാർ ചെയ്യും. അപ്പൊ ഈ 40 ആൾക്കാരെ ഇവനും പാടെ കൂട്ടി 40 എണ്ണം പൂർത്തിയാക്കി അവരെന്താക്കാം? ജുമുഅ നിസ്കരിക്കാം. അപ്പൊ എന്താണ്, ഇനിയിപ്പോ ആ രോഗിയായ അവനെ 40 ആൾക്കാരെ കൂട്ടത്തിൽ പെടുത്താം. അപ്പൊ 40 ആൾക്കാരെ കൊണ്ട് ജുമുഅ സ്ഥാപിക്കുക, അല്ലെങ്കിൽ 40 ആൾക്കാരെ ഖുത്ബ കേൾപ്പിക്കുക, ആ നിബന്ധനക്കൊക്കെ ഇവൻ പറ്റും. ഇനി ഇവൻ ആ വിഷമം സഹിച്ച് ജുമുഅ നിസ്കരിച്ചാലോ, ആ നിസ്കാരം സഹീഹാണ്. ഇനി ആ ജുമുഅ മടക്കി ളുഹ്റാക്കി നിസ്കരിക്കും വേണ്ട. ഇതാണ്. അതുപോലെ തന്നെ മനസ്സിലായോ? അപ്പൊ വാസ്തവത്തിൽ ഈ രോഗി, അവന്റെ മേൽ ജുമുഅ നിർബന്ധമില്ല. അതുപോലെ തന്നെ അതോടൊപ്പം അവനെ 40 ആൾക്കാരെ കൂട്ടത്തിൽ എണ്ണാനും പറ്റും. അതാണ് 6ാമത്തെ വിഭാഗം. ഇനി അതേമായി തന്നെ വേറെയും പല ആൾക്കാരും വരും. അതായത് ജമാഅത്തായി നിസ്കരിക്കാൻ ഉദറുള്ള എല്ലാ കാരണങ്ങളും ജുമുഅക്കും മുതല. ഒന്നും കൂടി നിങ്ങൾക്ക് തിരിയാൻ, നല്ല മഴ, അല്ലെങ്കിൽ മഴ പോട്ടെ, 2 കണ്ണും കാണാത്തവനാ. 2 കണ്ണും കാണാത്തവനാണ്. അവന്റെ കയ്യ് പിടിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരാളും ഇല്ല. എങ്കിൽ അവനിക്കെന്തില്ല? ജുമുഅ നിർബന്ധമില്ല, ജമാഅത്ത് സുന്നത്തുല്ല. ജമാഅത്ത് കാരണം അവൻ ഉദറുണ്ട്, കണ്ണിന് കാഴ്ച ഇല്ലാത്തവനാണ്. അവന്റെ കയ്യ് പിടിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരാളില്ല. അല്ലെങ്കിൽ കൂലിക്കൊരാളെ വിളിച്ച് അവനെ പള്ളിയിലേക്ക് ആക്കി കൊടുക്കാൻ പറ്റാവുന്ന ആൾക്കാരൊന്നുമില്ല. പക്ഷെ ഈ സാധുവായ മനുഷ്യൻ എന്ത് ചെയ്തു? മെല്ലെ, വെള്ളിയാഴ്ച ജുമുഅ അല്ലേ, ഇതുവരെ ഞാൻ എന്റെ ജുമുഅനും കല്ലത്തായിട്ടില്ല. എപ്പോഴും ഓപ്പറേഷൻ കഴിഞ്ഞപ്പോ കണ്ണ് കാണാതെ പെട്ടെന്ന് കണ്ണിന്റെ കാഴ്ച പോയതാണ്. വല്ലൊരു വജക്കും കുത്തിപ്പിടിച്ച് അങ്ങനെ അരിച്ച് പള്ളിയിലെത്തി. അവൻ പള്ളിയിലെത്തി. വാസ്തവത്തിൽ 2 കണ്ണും കാണാത്തവൻ അവന്റെ കയ്യ് പിടിച്ചു പള്ളിയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ഒരാളില്ല എന്ന നിലയ്ക്ക് ഇവനിക്ക് ജുമുഅ നിർബന്ധമായിരുന്നില്ല. അങ്ങനെ ഈ കണ്ണ് കാണാത്ത, ആ ജുമുഅ നടക്കുന്ന മഹല്ലത്തിലുള്ള കണ്ണ് കാണാത്ത ഈ വ്യക്തി എങ്ങനെയൊക്കെയോ അരിച്ചു പെരുക്കി ജുമുഅത്ത് പള്ളിയിൽ അവർ എത്തിച്ചേർന്നു. പള്ളി കമ്മിറ്റിക്കാരിങ്ങനെ അന്തം വിട്ട് നിൽക്കാണ്. എന്ത് പടച്ചോനെ, 39 ആളുള്ളല്ലോ ഇന്നിപ്പോ നമ്മൾ എങ്ങനെയാണ് ഇപ്പൊ ഒരു ജുമുഅ നിസ്കരിക്കുക? ഇവിടെ 40 ആൾക്കാർ തികയില്ലല്ലോ എന്നിങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോഴാണ് ഈ കണ്ണ് കാണാത്ത പാവം മെല്ലെ അരിച്ചു പെറുക്കി എന്താവുന്നത്, ഇങ്ങനെ വരുന്നത്. അങ്ങനെ എന്താക്കി അവനെ 40 അത്
അത് ചോദ്യമാണ്. ഇരിക്കത്തെ തൈബ മൻസിൽ അബൂ സിനാൻ ഉസ്താദാണ്, നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ എന്തായി, അപ്പൊ അരിച്ചു പെരുക്കി പള്ളിയിലെത്തി. അപ്പൊ നോക്കുമ്പോ ഇവനെ കൂട്ടിയിട്ട് ഈ കണ്ണ് കാണാത്ത രോഗിയുടെ കൂട്ടത്തിൽ പറഞ്ഞതുപോലെ ഈ കണ്ണ് കാണാത്ത ഇവനെ കൂട്ടിയിട്ട് 40 ആൾക്കാർ കഴിഞ്ഞു. അപ്പൊ ഓൽക്ക് ആ 40 ആൾക്കാരെ കൊണ്ട് അവിടെ ജുമുഅ സഹീഹാണ്, ഒരു കുഴപ്പമില്ല. വാസ്തവത്തിൽ ഈ കണ്ണ് കാണാത്തവന് ജുമുഅ നിർബന്ധമില്ലെങ്കിലും 40 ആൾക്കാരെ കൂട്ടത്തിൽ പെടുത്താം. അതുപോലെ തന്നെ അവനെ കൊണ്ട് ജുമുഅ സഹീഹാകും കൂട്ടത്തിൽ. എല്ലാവരും മനസ്സിലാക്കേണ്ടത് എന്താ, ഞാൻ ഈ 40 ആൾക്കാരെ കൂട്ടത്തിൽ എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് ആ മസല തിരിയാനാണ് കേട്ടോ. ജുമുഅ സ്ഥാപിക്കാൻ, ജുമുഅ നിലനിർത്താൻ പെരകെട്ടി താമസിക്കുന്നവരായ ജുമുഅ നിലനിർത്തുന്ന മഹല്ലത്തിൽ താമസിക്കുന്ന അവിടത്തെ നാട്ടുകാരായി താമസിക്കുന്ന 40 ആൾക്കാരെ കൊണ്ടാണ് ജുമുഅ കെട്ടുപെടുക. അപ്പൊ അവനെ കൊണ്ട് ജുമുഅ കെട്ടുപെടും എന്ന് പറയുമ്പോൾ സാധാരണക്കാർക്ക് അതൊരു മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് ഒരു നാടൻ ശൈലി 40 ആൾക്കാരെ കൂട്ടത്തിൽ എണ്ണാൻ പറ്റും എന്ന് പറഞ്ഞതാണ്. അത് സാധാരണക്കാർ പ്രത്യേകം മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് ഇന്ന് ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഇവിടെ പ്രശ്നം എന്താ, നമ്മൾ തൈബ മൻസിലാ ചോദിച്ചത്, ആരാണാവോ 40 ആളിൽ കുറഞ്ഞ സുജൂദിൽ അവയവങ്ങൾ. സുബ്ഹാനല്ലാ, ഞാൻ ഒരു സുഹൃത്ത് അത് വല്ലാതെ ചോദിക്കുന്നുണ്ട്, വല്ലാത്തൊരു വിഷയം. ഇനിയിപ്പോ അത് അതായത് 2-3 ദിവസമായി അദ്ദേഹം PM അയക്കന് സുജൂദിൽ അവയവങ്ങൾ വെക്കുന്നതിനെ പറ്റി ചോദ്യം ചോദിച്ചിരുന്നു. ഉസ്താദെ പറഞ്ഞിട്ടില്ല, ഞാൻ ഓരോ കാരണം കൊണ്ട് മറക്കുകയാണ്, എല്ലാവരും പറയാം. ഇനി ഇതുവരെ നമ്മൾ പറഞ്ഞത് ഇപ്പൊ 40 ആൾക്കാരെ വർത്താനാണ്. അതുകൊണ്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ, ഇൻഷാ അല്ലാഹ് അതിലേക്ക് കടക്കുന്നില്ല. ഇനി ചിലപ്പം നമ്മൾ നിർബന്ധിത സാഹചര്യത്തില് ചിലപ്പോ 40 ആൾക്കാരെ കിട്ടാനില്ല. ഈ എല്ലാ പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള മുസ്ലിമായ സ്വതന്ത്രനായ ജുമുഅ നടക്കുന്ന സ്ഥലത്ത് പെരകെട്ടി താമസിക്കുന്നവൻ, ആ നാട്ടുകാരനായി താമസിക്കുന്ന ഈ എല്ലാ ഷർത്തുകളും ഒത്തിണങ്ങിയ 40 ആൾക്കാർ അവിടെ ഇല്ല. അവിടെ ആകുള്ളത് 35 ആൾക്കാരാണ്. ഒന്നിരിക്കും അങ്ങനെ ആവാം. അല്ലെങ്കിൽ എന്താ, ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. എന്റെ കമ്പനിയിൽ 500 ആൾക്കാരുണ്ട് ഉസ്താദെ. ഞങ്ങളൊരു കമ്പനിയിൽ ഒരു പള്ളിയിലാണ്, അവിടെ 500 ആൾക്കാർ ജുമുഅ ഉണ്ട്. പക്ഷെ ഈ 500 ആൾക്കാരും വിദേശികളാണ്. മുസ്തൗത്തിനീങ്ങളായ ജുമുഅ നടക്കുന്ന രാജ്യത്ത് ആ രാജ്യക്കാരായി താമസിക്കുന്നവർ ഒറ്റ കുട്ടി 500 ആൾക്കാരെ കൂട്ടത്തിലില്ല. അല്ലെങ്കിൽ അങ്ങനത്തെ നിബന്ധന ഒത്തവര് 40 ആൾക്കാരില്ല, 39 ഉള്ളൂ. അല്ലെങ്കിൽ 39 നാട്ടേരും പുറത്തെ മഹല്ലത്തിൽപ്പെട്ട ഒരു ഹത്തീബടക്കം 40 ആൾക്കാര്. അതൊന്നും ഇപ്പൊ നമ്മൾ അങ്ങനെ കൂടുതൽ ചിന്തിക്കണ്ട, കാരണം അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ല. ഏതവസ്ഥ ഉണ്ട് അതാണ് ഇപ്പൊ നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയം. ഏത്, അതായത് ഒരൊറ്റ മുസ്തൗത്തിനീങ്ങള് ആ ജുമുഅ നടക്കുന്ന രാജ്യത്ത് താമസിക്കുന്ന ആ രാജ്യക്കാരായ 40 ആൾക്കാര് തീരെയില്ലാത്ത എത്രയോ വിദേശികളെ കൂടി ജുമുഅ നടക്കുന്ന ഗൾഫ് പല സ്ഥലങ്ങളുമുണ്ട്. അവിടെയൊക്കെയാണ് സ്ഥിര താമസക്കാർ. നമ്മുടെ